لله رب العالمين وصلوات الله تعالى وسلامه على سيدنا وقرة أعيننا أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. صدق الله مولانا العظيم. قال سيدنا رسول الله صلى الله عليه وسلم: ما من عبد يسترعيه الله رعيه يموت يوم يموت وهو غاش لرعيته إلا حرمه الله عليه الجنة. متفق عليه. ومن تكن برسول الله نصرته مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إن تلقه الأسد في آجامها تجمي. مولاي صل وسلم على حبيبك خير الخلق كلهم. ഏത് ഭാഷയിലാവണുണ്ട് കേട്ടോണ്ടുള്ളത്? തുളുവ, കന്നഡമാ, ബാരിയ, മലയാളമാ? ബാരിയ, മെജോറിറ്റി ബാരി. എനിക്ക് മലയാള ആയില്ലെങ്കിൽ ആവുണ്ട്. കാരണം ഉസ്താദന്മാർക്ക് മലയാളം അർത്ഥമാവുള്ളൂ. ഞങ്ങൾ എന്തിനു ചൂടും ഞങ്ങൾക്ക് വന്നാൽ അത് ബുദ്ധിമുട്ടും. അപ്പം അതുകൊണ്ട് ബാരി ഭാഷ ആവും. അൽഹംദുലില്ലാ. SMA ರಾಜ್ಯ ಸಮಿತಿಯ നേതാക്കന്മാരുള്ള ഈ സഭ കർണാടക ജംഇയ്യത്തുൽ ഉലമ ചൊല്ലെ പരമോന്നത വിദ്വാംസ കൂട്ടത്തെ പരമാധികാരിയായ ഹുസൈൻ സയ്യിദ് ഉസ്താദ് തവ്വറല്ലാഹു ഉംറയുടെ സാന്നിധ്യമുള്ള ഈ മുതബറക്കായ മജ്ലിസ്, SMA രാജ്യ അധ്യക്ഷ, സുന്നി സംഘ കുടുംബത്തെ ಹಿರಿಯ നായകത്വ സയ്യിദ് ഇസ്മായിൽ തങ്ങൾ, അതുപോലെ മദക്ക തങ്ങൾ, ഉമറാക്കന്മാർ എല്ലാം ഒരുമിച്ച് കൂടി ഒരു ബർക്കത്തുള്ള ധാരാളം ഉസ്താദന്മാർ, നല്ല തെരിയുടെ ആലിമിക, നല്ല നല്ല ഉമറാക്കന്മാർ, നേതാക്കന്മാരുള്ള ഒരു ബർക്കത്തുള്ള ഒരു മജ്ലിസ്. നാനുണ്ട് ജാവുകും സുബൈക്കും ബണ്ടത് ചെറിയൊരു സമസ്യ എനിക്ക് എൻ്റെ ഒരു സാടു ICUലുണ്ട്. ഭാര്യവർ ചിന്താനിക്ക് ചെനക്കസിത്തിൽ അല്ല ആഫിയത്ത് കൊടുക്കട്ടെ. എല്ലാവരും കാൽബത്തുവാർന്ന് ദ്വാരക്കും നല്ലൊരാൾ. ഞങ്ങളെ മശായിഖന്മാരും സാദാത്തുകളെ വലിയ പിരിസപ്പിക്കടെ നല്ലൊരാൾ. ഭാര്യവർ ചിന്താജനക സ്ഥിതിയിലുണ്ട്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അള്ളാഹു മരിക്കണമെങ്കിൽ അള്ളാഹു പരിപൂർണമായ നിറഞ്ഞ ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പം പണ്ടൊരു മാനസികമായ സ്ഥിതിയിൽ നടന്നിട്ടില്ല. അത്രയും വലിയൊരു അടുത്ത സാടു എന്നീ സാധാരണ സമസ്യകളിൽ സുടുകാടായിട്ട് കിട്. ഇതങ്ങനല്ല. എൻ്റെ ഓട ಹುಟ್ಟಿ എലകുമൂത്തമാര ഓരോരുത്തർ സാടു. പിന്നെ ഇവിടെ ഈ സദസ്സ് കണ്ടിട്ടാവുമ്പോൾ വന്നില്ലെങ്കിൽ നമുക്ക് വലിയൊരു ലാസാവന്ത്. ഇത്രയും മോമിനിങ്ങളെ സ്വാലിഹിങ്ങളെ ദുആ സാടുകു ನಷ್ಟಪಡಂತ. അപ്പോൾ ಭಾರಿ ಇಷ್ಟ ಆಯಿತು. അൽഹംദുലില്ലാ. SMA ഉമറാക്കന്മാരെയും ഉലമാക്കന്മാരെയും ബാധ്യതയും എല്ലാ നിലക്കും ഉസ്താദിൻ്റെ ബായിൽ ഞങ്ങൾ കേട്ട അതൊരു കർണാടകത്തെ ജംഇയ്യത്തുൽ ഉലമത്തെ അധികൃത ഒഫീഷ്യൽ സൗണ്ടായിട്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറേ പറ വേറെ വിഷയ പലക്ക വരെയുള്ളത്. അൽഹംദുലില്ലാ.
ഇവുള്ള എല്ലാ ആൾമാരും പ്രതിനിധിങ്ങ ഒരു സാധാരണക്കാരൻ അങ്ങനതായ എല്ലാവർക്കും ബഹുമാനവും ആദരവും ഇസ്സത്തും സ്റ്റാൻഡേർഡും സ്റ്റേറ്റസുമെല്ലാം ഉള്ള ആൾമാർ, നല്ല നല്ല മുദരിസന്മാരായ ഉസ്താദന്മാർ, നല്ല പഴക്കമുള്ള ഹതീബന്മാർ, അനുഭവി നുരിത്ത മുഅല്ലിമീങ്ങളടക്കമുള്ള ഒരു സദസ്സ്. ഇത് നമുക്ക് എന്തൊരു സന്ദേശം, ഞങ്ങളെ സുന്നി കുടുംബത്തൊരു ബർക്കത്ത്, ഇങ്ങനത്തെ ഒരു നേതൃത്വ നാണ് കിബുറു ചൊല്ലല്ല, പക്ഷപാതായിട്ട് ചൊല്ലല്ല. ഞങ്ങളെ സുന്നി കുടുംബത്തെ താജുൽ ഉലമ, സുൽത്താനുൽ ഉലമ, നൂറുൽ ഉലമയുടെ പോലത്തെ മഹാന്മാരെ ഒരു ശക്തിയായിട്ട് സ്വീകരിക്കുന്ന ഈ ഒരു നേതൃത്വത്തെ ഒരു ബർക്കത്ത്, ഒരു മുസ്ലിം ജമാഅത്തിലൊരു സമാവേശ ഈഷ്ടമാവേഷ്ട വിളിച്ചെങ്കിൽ നിറഞ്ഞ സദസ്സായിട്ട് കാണും. SMAയുടെ ഒരു സമാവേശ, ഇത് രാജ്യമട്ടത്തല്ല, ജില്ലയുടെ രണ്ട് പാതിയാക്കിയിട്ട് ഒരു പാതിരെ സദസ്സ് ദൈക്കു പക്കല്ല. അതും സാമാന്യരല്ല, എല്ലാവരും നായക്കന്മാർ. ഇത്രയും നല്ലൊരു നായകത്വത്തെ ഗണങ്ങ ലീഡർഷിപ്പുടെ വലിയൊരു വിങ്ക് ഞങ്ങളോട്ടേക്ക് മൊത്തം പിരന്തി പേടിക്കണം. ഞങ്ങൾക്ക് എല്ലാ മൊത്തത്തിലും ഞങ്ങൾക്ക് ഫതഹാക്കാം. ഫതഹ് എന്നെങ്കിൽ ഗുമ്പുകാരിക്കല്ല, ഗ്രൂപ്പിസമല്ല. അള്ളാഹുടെ ദീന് എല്ലാ മൊത്തത്തിലും ശക്തിപ്പെടുത്തുകൊള്ള വലിയൊരു കാര്യക്കർത്തരു ലീഡർസിനെ വിങ്ക് ഞങ്ങളെ മുട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരു മൊത്തത്തിൽ SSFയുടെ കീഴിൽ ശക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടുണ്ട്. SYSയുടെ കീഴിൽ ശക്തമായ കാര്യ ചട്ടുവട്ടിക്കങ്ങൾ നടന്നുകൊണ്ടുണ്ട്. സുന്നി യുവജന സംഘ, പിന്നൊരു മോത്തൊരു മുസ്ലിം ജമാഅത്ത്, ഇന്നൊരു മോത്തൊരു SMA സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ, അതുപോലെ ജംഇയ്യത്തുൽ ഉലമ നിങ്ങളെ നേതൃസ്ഥാനത്ത് നിങ്ങളെ ഹിരിയ ഉലമയുടെ ഉഖ്റവിയായ ആലിമിങ്ങളെ വലിയൊരു സംഘടന. അതുകൊണ്ട് ഒരർത്ഥത്തിൽ സുന്നി കർണാടകയുണ്ട് ഞങ്ങളത്. അൽഹംദുലില്ലാ ചൊല്ലുക, അൽഹംദുലില്ലാ. ഞങ്ങളെ മനസ്സാക്കിയെങ്കിൽ തെല്ല് ജട ಬಿಟ್ಟಿಟ್ಟು, തെല്ല് ഉദാസീന ಬಿಟ್ಟಿಟ್ಟು, ചില മടി മുറിച്ചൽ, ഈ ബച്ചൽ, ഇതെല്ല ഈ പൊട്ടു ബച്ചൽ, ഈ പൊറ്റു മടി മുറിച്ചലെല്ലാം ಬಿಟ್ಟಿಟ್ಟು തെല്ല് ആവേശ കാട്ടെങ്കിലും ചെറിയ മനസ്സാക്കി പ്രതിയൊരു മഹല്ലത്തും ശക്തമായ ദീനീയ ഖിദ്മത്ത് നിങ്ങൾക്ക് നടത്താം. അവിടെയുള്ള ഓരോരോ മൊഹല്ലത്തെ ഓരോരോ പ്രജകം ഓരോരോ ഔത്തും ഒരു ജമാഅത്ത് മൊഹല്ല എന്നെങ്കിൽ അതിൻ്റെ ഓരോ രകവും ആ മൊഹല്ല ചൊല്ലുടെ കേന്ദ്രത്തെ യൂണിറ്റിംഗ് ആയിട്ട് ಶಾಕ್ಯಂಗ ಓರೋರು ಔತರೆയും ಆಗು ಹೋಗಲು നമുക്ക് സ്പന്ദനാക്കുകയോ വല്ലാഹി സാധ്യ ഉണ്ടു. അവരുടെ ആർത്ഥികമായ സമസ്യ നമുക്ക് ഓരോരോ ഔത്തರು സുധാരണ ആക്കാം, ಖಂಡಿತ ആക്കാം. അവരുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുകൊള്ള പണി നമുക്ക് എടുക്കാം. ആ ഔത്തരെ മനഃശാന്തിയും സമാധാനവും ഔത്തര ഉൽഗത്ത സൗഹാർദ്ദത്തെയും പിരിസപ്പാടും നമുക്ക് ഗಟ್ಟಿയാക്കാം. ഔത്തരൊൾಗ നല്ലൊരു വാതാവരണ സന്തോഷവും സമാധാനവും ധാർമ്മിക ചൗക്കട്ടും നിലനിപ്പാട്ടുള്ള പ്രയത്ന ഞങ്ങൾക്കാക്കാം സാധ്യമുണ്ട്. ഞങ്ങളെ ഓരോരോ ജമാഅത്തിലും മൊഹല്ലത് ജമാഅത്ത് പ്രതിനിധി സമാവേശമല്ല, ഓരോരോ മൊഹല്ലത്തും ഒരു പള്ളിക്കിട്, ആ പള്ളിക്ക് ഒരു നല്ലൊരു ഇമാമിക്കിട്, ആ ഇമാമും സഹകരിക്കിടങ്ങത്തെ നല്ലൊരു ആಡಳಿತ കമ്മിറ്റി ഒരു വിങ് ടീം അവിടെ ഇക്കിട്. ഇമാമും ಅದರೊಟ್ಟಿಗೆ ರಾಯತ್ತ ಆಲ್ಮಾರ್ಗ ಸಂಸ್ಕಾರ ಬಡಿಪಾಟ್ರೆ ಬೆಲ್ಲೂರು ವಿಂಗ್ ಮುಅಲ್ಲಿಮೀಂಗ ಚೊಲ್ಡ ಆ ഒരു വിഭാഗ എല്ലാവരും ഒരു മനസ്സിൽ ഒരു ടീം വർക്ക് ആക്കിയെങ്കിൽ, ടീം വർക്ക് ഒന്നായിട്ട് പ്രവർത്തിച്ചെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി ഒരു മുഹല്ലത്തെ സമ്പൂർണമായ സുധാരിത ಮೊಹಲ್ಲಾಕ್ಕೆ ಸಿಗಲಿಕ್ಕೆ ಮೊಹಲ್ಲ ಸಬಲೀಕರಣ ಮನಸ್ಸ ಕೊಡುತ್ತಾರೆ. ಇದಕ್ಕೆ ಬೇರೆಯಾದ ನೇರത്തെ ಉಸ್ತಾದ್ ಚೊಂತು ಸಲಾಹಿಯತ್ ಎಂದರೆ ನಲ್ಲತನ ಎಂದರೆ
സലാഹിയത്തെ നല്ലതന എന്തിനേണ്ട് അർഹന്മാരായ യോഗ്യന്മാരായ ആಡಳಿತ സമിതിയുടെ ആൾമാർ ചുനായിസണം. ഒന്നാമതായിട്ട് നാണതുക്ക് അനർഹ നക്ക അർഹതയില്ല നാണതുക്ക് ലാസ്റ്റ് കേക്കടാ കേക്കില്ലാന്ന് ചൊന്നാറ് കേക്കില്ലേ കേക്കട ನಾನು ಆಯ್ತಿರೋ ದೂರ ನಿಂಡ್ರೆ ಲಾಸ್ಟ್ ಕೇಕಡ ಕೈವಾಯ್ತರು ಅಲ್ಹಮ್ದುಲಿಲ್ಲ. അപ്പം അനർഹന്മാരായ നക്കത് യോഗ്യതയില്ല നാണതൊക്കെ ഫിട്ടല് നാൻ ദൂരം നിൽക്കണം. ദൂരം നിണ്ടെങ്കിൽ നാണ് ഇടീ മഹല്ലത്തെ സലാമത്താക്കിയ നാണ് അള്ളാഹുടെ മുട്ട ഏറ്റവും ಬೆಡಕಾಕപ്പെട്ട ಮೋಸಪಾಕപ്പെട്ട നരകം സ്വർഗ നഷ്ടപ്പെടുന്നങ്ങനത്തെ വെറൂർ അപരാധ സ്ഥാനത്ത് പോകേണ്ടതിടത്തോട് നാണ് സലാമത്തായ ഓടിപ്പോയിട്ട് പത്തിരിക്കടല്ല സ്ഥാനത്തേക്ക് അർഹമ ചിലപ്പോ ഞാൻ അത് ആ അധികാരം എടുത്തൊലകം നോക്കിയുള്ളൂ. അനർഹമാരായെങ്കിൽ ഇടീ ജമാഅത്തിനെ മോശാക്കിയ പോലെ ആവും. ഒരു മുഹല്ല ചെന്നെങ്കിൽ ആ മുഹല്ലത്ത് ഒരു 100 അകന്നെങ്കിൽ അവിടെ ഒരു കൊറോഡിൽ എവറേജ് ഒരു 300 മനുഷ്യന്മാർ കിടാറ്. 3 ആളെ പിടിച്ചെങ്കിൽ 300 മനുഷ്യന്മാരിൽ ആണിങ്ങക്കിടാറ് പെണ്ണിങ്ങക്കിടാറ് മക്കക്കിടാറ് മാപ്പിള മറിച്ച പെണ്ണിങ്ങക്കിടാറ് വിരവങ്ങ നല്ല വയസ്സുള്ളങ്ങിക്കിടാറ് അംഗവൈകല്യം ഉള്ളങ്ങ ബുദ്ധിമാന്യം ഉള്ളങ്ങ ബാപ്പ മരണപ്പെട്ട യതീം മക്ക വെറും അഫ്ഹറായ ബിസ്കിയന്മാരായ ഫക്കീറന്മാരായ ആൾമാർ ജമാഅത്തിലിക്കിടാറ്. ഈ 300 ആൾമാർക്ക് ആಡಳಿತ കമ്മിറ്റി മനസ്സാക്കിയെങ്കിൽ വല്ലാഹി സ്പന്ദനാക്കുക. 300 ആളെ ഈ 100 ಔತರ 300 ಔತರಗಳ പസി തീർക്കുക സാധ്യമാവും. ഗ്യാരണ്ടി സാധ്യമാവും. ചെറിയൊരു മനസ്സ് 300 ഔത്തരെ 300 ആൾമാരെ ശൈക്ഷണികമായ പ്രഗതിക്ക് ഇവിടെ ധാർമ്മികവും ഭൗതികമായ ശിക്ഷണത്ത് ഒത്തുകൊടുത്തിട്ടു പ്രത്യേകരവത്തെയും സുശിക്ഷിതമായ അകായിട്ട് വിവരമുള്ള അകായിട്ട് മേൽക്കൊമ്പുള്ള പ്രയത്ന ആക്കുക സാധ്യമാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുമ്പോൾ കിട്ടിയ വെറും 20 എത്ര വർഷം 23 വർഷം 40 വർഷത്തിൽ നബുവത്ത് കിട്ടി. 23 വർഷത്തെ അള്ളാഹുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാര്യാചരണ എല്ലാ മുഖത്തിലും പ്രതികൂല വാതാവരണ അനുകൂലകരമായ ഒരു വാതാവരണ ഇല്ല. ഒരു മുഖത്തിൽ സാക്ഷാൽ അബൂജഹൽ അടക്കമുള്ള വലിയൊരു ശത്രുവിങ്ങളെ വിങ്ക് സാക്ഷാൽ ഉത്തുബത്തും സൈബത്തും വലീദിനെ പോലെ വലിയ വലിയ ഘട്ടാണുഘട്ടിങ്ങ രണഹദ്ദുങ്ങളെ പോലെ കാത്തുകൊണ്ടുന്ന വലിയൊരു ശത്രു വിഭാഗ ഒരു മുഖത്തിലും പിന്നൊരു മുഖത്തിലു മുനാഫിഖിങ്ങ ചൊല്ലുന്ന പിന്നൊരു അത്യന്ത അപായക്കാരി ഒരു വർഗ പിന്നൊരു മുഖത്തിൽ യഹൂദിങ്ങ പിന്നൊരു മുഖത്തിൽ നസാറാക്കൽ 4 മുഖത്തിലും രണഹദ്ദുങ്ങളെ പോലെ കാത്തുകൊണ്ടിന്നെ മക്കത്തെയും മദീനത്തെയും പരമാധികാരിയായിട്ട് ആ വലിയൊരു വിഭാഗത്തെ മുന്നള്ളു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ടും ഒരു ബലിഷ്ഠമായ സമുദായമായിട്ട് കെട്ടിപ്പടിച്ചത്. ഹണബലല്ല ജനബല അല്ല അവിടെ ഉണ്ടായത്. സുശിക്ഷിത സമുദായമായിട്ട് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ പോലത്തെ മഹാന്മാർ വന്ന അധികാരത്തെ എടുക്കുമ്പോൾ സക്കാത്ത് കൊടുത്തെങ്കിൽ എടുത്തൽ ആൾമാരില്ല. ആർത്ഥികമായ സുധാരണ ഏത് സമസ്യയില്ലാത്തൊരു മലയാള വേണ നീ മലയാളം ഗേൽ ബാരി ഉസ്താദ് ബാരി സുള്ളിയ വീട്ടിൽ ആ ഭാഗത്തെങ്കിലും അറിഞ്ഞുള്ളേ അറിഞ്ഞാൽ ചായ പോയിട്ടില്ലായിരുന്നു ഉസ്താദ്. ഓക്കെ എൻ്റെ മലയാളം പറഞ്ഞ എൻ്റെ അരക്കച്ച് മലയാളം നല്ലത് എൻ്റെ മലയാള സമയത്ത് കന്നഡം ബാരി കൂടിയിട്ട് അളക്ക മലയാളം പോയി പോയിട് ഇന്നിപ്പം അങ്ങ് തമാശാക്കടെ വേണ്ട ഞാൻ ബാരി വശ പോയിടേ ആಯ್ತು. ಓಕೆ
പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം 23 വർഷം കൊണ്ട് 100% വിപ്ലവം, 100% സുതാര്യത. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കൈ കൊടുത്തതാണ്. പിന്നെ ഞാൻ ചോദിച്ചിട്ട് ആരാണ് എനിക്കറിയില്ല സാർ. പഠിച്ചു ഞാൻ എൻ്റെ ഉടനെ പോയി അയാൾ കൈ പിടിച്ച് കൊത്തി. ഞാൻ പറഞ്ഞു തങ്ങളെ മാപ്പാക്കണം, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൈ തരൂലായിരുന്നു, എനിക്കറിയില്ല. ഇതല്ലേ സഹോദരന്മാരെ, എൻ്റെ കൈ തങ്ങി എന്ന് പറഞ്ഞ ജഹാലത്ത്. ഹമീദ് സാബ് ചൊന്തു. അപ്പം അതുകൊണ്ട് 23 വർഷം കൊണ്ട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. പ്രാഥമികമായ യാതൊരു വ്യവസ്ഥകളുമില്ലാത്ത, സൗകര്യങ്ങളില്ലാത്ത ആ സമയത്ത് 100% പ്രതികൂല വാതാവരണങ്ങൾ, എതിർപ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ മനസ്സിദ്ര മാർഗ, മനസ്സുണ്ടോ ധാരാളം മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്, തുറന്ന്. അതുകൊണ്ട് ഈ സദസ്സിലുള്ള മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ മെമ്പർമാരും, അധ്യക്ഷന്മാരും, കാര്യദർശികളും, ബഹുമാനമുള്ള ഉസ്താദന്മാരും ചെറിയൊരു മനസ്സ്, ചെറിയൊരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ നമ്മുടെ എല്ലാ മുഹല്ലത്തും, നമ്മുടെ നേതൃത്വം, നമുക്ക് മാതൃകകളുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ ധാരാളം മാതൃകകളുണ്ട്. എ.പി. ഉസ്താദിൻ്റെ പ്രവർത്തനം, താജുൽ ഉലമയുടെ പ്രവർത്തനം, അതുപോലെ നമ്മുടെ കർണാടകയിലുള്ള മാനി ഉസ്താദ് തീരെ സുഖമില്ലാത്ത ഈ വയസ്സുകാലത്ത് ഉസ്താദിൻ്റെ ആ പ്രവർത്തനങ്ങൾ, ഇത്ര വയസ്സായിട്ടും നൂറുൽ ഉലമയുടെ പ്രവർത്തനം നമ്മുടെ മാതൃകയാണ്. ഇതൊക്കെയും ഞങ്ങൾ വെറും അനുസ്മരണ നടത്താനും തക്ബീർ വിളിക്കാനും മാത്രമല്ലല്ലോ. അവരുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്, വളരെ വ്യക്തമായുണ്ട്. ഞങ്ങൾ കണ്ട് പരിചയിച്ചതാണ്, ഞങ്ങൾ അനുഭവിച്ചവരാണ്. ഈ കാണുന്ന ഓരോ ഉസ്താദന്മാർ ഇതുപോലെ ഉസ്താദായി, മുഅല്ലിമായോ അതല്ലെങ്കിൽ മൊയ്ലാന്മാരായി, മുത്തഅല്ലിമായി വളർന്നവരാണ് അവരൊക്കെയും. നമ്മുടെ സുൽത്താനുൽ ഉലമ, താജുൽ ഉലമ, നൂറുൽ ഉലമ, താജുൽ ഫുഖഹ, സീനുൽ ഉലമ, ഷറഫുൽ ഉലമ, എല്ലാ മഹാന്മാരും ആകാശത്തിൽ നിന്ന് പൊട്ടി വീണവരല്ലേ അല്ല. ഉലമാരായിരുന്നു, മുത്തഅല്ലിമീങ്ങളായിട്ട് വളർന്നു. ഉത്തരവാദിത്യം ശരിക്കും നിർവഹിച്ചപ്പോൾ അവരുടെ പ്രവർത്തനം പിന്നീട് അള്ളാഹു ഏറ്റെടുത്തു. അത് വ്യാപകമായി, അത് പടർന്ന് പന്തലിച്ചു. ലക്ഷങ്ങൾക്ക് അവർ അത്താനികളായി മാറി. അതുകൊണ്ട് ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യമായി നല്ല ആടളിത്ത സമിതി, സമയമില്ല കാരണം ഹോർണിങ് തന്നിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ, നല്ല ആടളിത്ത സമിതി നമ്മുടെ നാട്ടിൽ വേണം. അർഹമായ വ്യക്തികളെ മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ആദ്യം തന്നെ, ഗൂഢാലോചനമല്ല, ചെറിയ പ്ലാൻ ഇടണം. അർഹതയില്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് ഒരു ജമാഅത്തിൻ്റെ ഗുണം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖൈറ് വിചാരിച്ച് സ്വയം അവനവൻ്റെ ആഖിറം ഓർത്ത് പേടിച്ച് ഒഴിഞ്ഞു മാറണം. അർഹതയുള്ള ആളുകളെ തന്നെ അവർ ആദ്യമായി അവൻ്റെ പേര് വിളിച്ചു തക്ബീർ, അല്ലാഹു അക്ബർ. ഇവരെ വിളിച്ചു തക്ബീർ, അല്ലാഹു. അവൻ്റെ എന്താണ് കപ്പാസിറ്റി, അവൻ്റെ അർഹത എന്താണ്? ചിലപ്പോൾ ഇവർ വേറുണ്ടാവും എൻ്റെ പോലെ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും വോട്ടൊക്കെ നിന്ന് തോറ്റ ആളായിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് പളപള സംസാരിക്കുന്നവൻ. ഇതാണ് കപ്പാസിറ്റി. അർഹനായ, യോഗ്യരായ, സ്വാലിഹീങ്ങളായ
നല്ലവരായ ഒരൽപ്പം പ്രവർത്തിക്കുന്ന നല്ലവരെ കണ്ട് സെലക്ട് ആക്കണം. ആദ്യം ഒരു പ്ലാൻ തന്നെ ഇടണം. നാട്ടിലുള്ള സമാന മനസ്കർ അനർഹനായ വ്യക്തിയെ അവിടെ സൂചിപ്പിക്കുമ്പോൾ അവിടെ അപ്പോൾ തന്നെ എതിർക്കണം, വേണ്ട എന്ന് പറയണം. പ്രശ്നം വരാത്ത രൂപത്തിൽ, അതല്ലെങ്കിൽ വേറെ രണ്ടാളെ പേര് പട്ടപട്ട പറയണം. അപ്പം അതിലേക്ക് അത് ബാത്തിലാവും. ഇപ്പം നല്ല ആഡളിത കമ്മിറ്റി, ആഡളിതത്തിനൊക്കെ വേണ്ടി കുറേ ഗുണങ്ങളൊക്കെ പറയുന്ന സമയമില്ല. ഒന്നാമതായി ദീനും ദുനിയാവും ഒരല്പമെങ്കിലും അറിയണം. കൂടുതൽ അറിയുന്നല്ല, ഒരല്പമെങ്കിലും അറിയുന്നവരായിരിക്കണം ആര് ആഡളിത സമിതിയിലേക്ക് വരേണ്ടവർ. രണ്ടാമതായിട്ട് നല്ല ഗുണങ്ങളുള്ള സൽഗുണ സമ്പന്നരായ നല്ല ജനങ്ങളോട് പെരുമാറിയുന്ന ആളുകളാകണം. മൂന്നാമതായിട്ട് ചെറിയൊരു ധർമ്മിഷ്ഠൻ, ആവശ്യമുള്ള സമയത്ത് ചെലവാക്കുന്ന ഒരാൾ. കുറേ മുതലുണ്ടായിട്ട് ഫലമില്ല, കുറേ ദീനായതുകൊണ്ടുമായില്ല. പിന്നെ സൽഗുണ സമ്പന്നരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പെണ്ണ് കെട്ടിക്കുന്ന സമയത്ത് പോലും വെറും ദീന് പോരാ, നല്ല സ്വഭാവം വേണം. ഇദാ അതാക്കും മൻ തറുലൗന ദീനഹു വ ഖുലുഖഹു ഫസവ്വിജൂഹു. ദീനു ഇഷ്ടപ്പെട്ട ദീനാകണം, കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവമാകണം. കുറേ തഹജ്ജുദ് നിസ്കരിക്കുന്നു, കുറേ പ്രാവശ്യം ഹജ്ജ്, എല്ലാ കൊല്ലം ഉംറ പോകുന്നു, അതുപോരാ. പിന്നെ വ ഖുലുഖഹു, അവൻ്റെ സ്വഭാവം നല്ല പെരുമാറാൻ അറിയുന്ന, പാപ്പയോട്, മക്കളോട്, കുട്ടികളോട്, അയൽവാസികളോട്, ചിലപ്പോൾ ഭാര്യയോട്, മറ്റുള്ള ജനങ്ങളോട് നല്ല സ്വഭാവം പെരുമാറുന്ന നല്ല സൽസ്വഭാവി ആകണം പെണ്ണ് കെട്ടി. അതേ സമയത്ത് നല്ലൊരു സ്ഥാനത്തേക്ക് മെമ്പറായി ഞങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സൽഗുണ സമ്പന്നരായ നല്ല സൽസ്വഭാവിയെ നിയമിക്കാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമതായി ചെറിയതെങ്കിലും ഒരു ഖിദ്മത്ത് ഉള്ള സമാജ സേവയ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളാകണം. ഉണ്ട്, നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തുണ്ട്. മുതലാളി, ഞങ്ങൾ നോക്കുക വലിയ പണക്കാരനാണ്, അതല്ലേ മാജി പ്രസിഡന്റിൻ്റെ മോന്, അതിൽ 2 പ്രാവശ്യം ഹജ്ജിന് പോയ ആൾ, അല്ലെങ്കിൽ വലിയ ഭാഷണകാര. ഇത് മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് സമാജ സേവയിൽ സമുദായത്തിൻ്റെ എന്തെങ്കിലും ചെയ്യുന്ന നല്ലൊരു പ്രവർത്തിക്കുന്ന ഒരു ഖിദ്മത്ത്, കുറച്ചെങ്കിലും ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളെ കമ്മിറ്റിയിലെടുക്കാൻ പ്രസിഡന്റ് സെക്രട്ടറി തന്നെയാണല്ലോ, മെമ്പർ പോലും ആകാൻ അവനെ ഞങ്ങൾ ശ്രമിക്കണം. മൂന്നാമതായി സഹോദരത്തെ, സൗഹാർദ്ദത്തെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കൈമുതലായിരിക്കണം. ജനങ്ങളോട് എല്ലാവരോടും സൗഹാർദ്ദമായി പെരുമാറുന്നത്, എല്ലാവരെയും ജ്യേഷ്ഠാനുജന്മാരെ പോലെ കണ്ട് വളരെ നല്ല. ചില ആളുകൾ ഉണ്ടാകും നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, ആരും അടുപ്പിക്കും. എത്ര വലിയ മുതലാളിയാണെങ്കിലും, എത്ര വലിയ ആലിമാണെങ്കിലും, എത്ര വലിയ പണക്കാരനാണെങ്കിലും, എത്ര വലിയ പവർഫുൾ ആണെങ്കിലും സ്വഭാവം, പെരുമാറ്റം അറിയണം. പിന്നെ ആള് കട്ടർപന്തിയാവാനും പാടില്ല. കട്ടർപന്തിയായാൽ അമുസ്ലിമുകളോട് ജമാഅത്തിൻ്റെ മുഹല്ലത്തിലുള്ള കമ്മിറ്റി മെമ്പർമാർ, നാട്ടിലുള്ള മറ്റു മതക്കാരുമായി സൗഹാർദ്ദം പുലർത്തുന്ന, വളരെ സ്നേഹമയമായ ജീവിതം നയിക്കുന്ന, എല്ലാവർക്കും ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചതാണ്. ജനങ്ങളിൽ നല്ലവർ, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം. അൻഫഉൽ ലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞതല്ല, മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഗുണസമ്പന്നനായ ആളാണ് ഖൈറായവൻ. അങ്ങനത്തെവനാണ് മെമ്പറായിരിക്കേണ്ടത്. പിന്നെ കരുണ വേണം. ദയ ചെയ്യുന്ന, നാട്ടിലുള്ള ആൾ കഷ്ടപ്പാട് കാണുമ്പോൾ ഒരല്പം ബേജാറുണ്ടാക്കുന്ന. ഉദാഹരണം, ഒരാളൊരു കടലാസ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ വന്ന് ഇസ്ലാമാലി പാവപ്പെട്ട ചെറിയൊരു എന്തോ ഒരു കൂലിപ്പണിയെടുക്കുന്ന ആളാണ്, ചെറിയൊരു ഗുജിരി കച്ചവടം നടത്തുന്നത്, വെറും മിസ്കീന് വന്നിട്ട് ഒരു കടലാസ് കേൾക്കുമ്പോൾ അത് അവിടെ ഉണ്ട്. മകളെ കല്യാണത്തിനോ വീട് പണിയാൻ ഒരു കടലാസ്, നമുക്കൊരു ലെറ്റർ വേണം ജമാഅത്തിന് പറയുമ്പോൾ മാസങ്ങളോളം കൽപ്പിക്കുന്ന സെക്രട്ടറിമാരും പ്രസിഡന്റുമാരുണ്ട്. ജമാഅത്തിൻ്റെ പ്രസിഡന്റ് വല്ല ബാപ്പാൻ്റെ കൊടുക്കുന്ന തറവാടിൻ്റെതല്ല, ജമാഅത്തിൻ്റെ ഒരു ലെറ്റർ വേണം. അറിയുന്ന ആളാണ്, ജമാഅത്തിൽ പെട്ട ഒരു മിസ്കീനാണ്, അയാൾ എന്തെങ്കിലും ഒരു ലെറ്റർ ചോദിക്കുമ്പോൾ സമയത്ത് പോലും കളിപ്പിക്കുന്ന, കരുണ ചെയ്യാത്ത, ദയ കാണിക്കാത്ത ഒരാളാണെങ്കിലോ, ഒരു
ഒരിക്കലും അങ്ങനത്തെ ആളുകളെ ചേർക്കാൻ പാടില്ല. മൂന്നാമതായിട്ട് കമ്മിറ്റിയിൽ വരേണ്ട മെമ്പർമാർ ഉലമാക്കളുമായി അറിയുന്ന ആളുകൾ, ഇൽമിൻ്റെ അഹ്ലിക്കാരുമായി ബന്ധമുള്ളവർ. അവിടുത്തെ ഉസ്താദ് മാത്രമല്ല, ഉലമാവുമായി ബന്ധം. ഞങ്ങളിപ്പോൾ കാണുന്ന എല്ലാ നേതാക്കന്മാരും കൂടുതൽ ഉലമാക്കന്മാർ. അപ്പോൾ ആലിമ്യങ്ങളായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നാട്ടിലുള്ള ദീനിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. എത്രയോ മഹല്ലത്ത് എന്തെല്ലാം അനാചാരം നടക്കുന്നു. ജമാഅത്ത് പ്രസിഡന്റിൻ്റെ പറയിൽ തന്നെ പച്ച ഹറാമുകൾ നടക്കുന്നു. ചെറിയൊരു പരിപാടി നടക്കുക, പച്ച ഹറാമുകളാണ് നടക്കുന്നത്. പള്ളിൻ്റെ തൊട്ടടുത്താണ് വീട്. ഒരു അവർ മംഗളം നടക്കുമ്പോൾ അതെന്തോ ഡിസ്കോ ഡാൻസും കുറേ മൈക്കിൻ്റെ ശബ്ദങ്ങളും കുറേ തുള്ളലും ആണും പെണ്ണും ഒന്നായി അനാചാരങ്ങൾ നടത്തുന്ന കാരണം എന്താണ്? ഉലമാവുമായി ബന്ധമില്ല, അഹ്ലുൽ ഇൽമുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ നടക്കുന്നത്. ഹറാമും ഹലാലും തിരിയാത്ത ഒരാളെ കയ്യിൽ നേതൃത്വം കൊടുത്താൽ ആ ഖൗമു, ആ സമുദായം നശിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഇദാ ഫസദന്നാസു കുല്ലുഹും, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാണ്. അതാണ് നമ്മുടെ ഉസ്താദ് പറഞ്ഞത്. അവൻ ഫസാദായാൽ, അവൻ ആള് വെടക്കായാൽ ഇടീ സമൂഹം തന്നെ വെടക്കാകും. അതുകൊണ്ട് അഹ്ലുൽ ഇൽമുമായി, ഉലമാവുമായി ബന്ധമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കണം. ഉലമാവിന് ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പം സംഘ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ സുന്നി സംഘ കുടുംബത്തിൽപ്പെട്ട മുസ്ലിം ജമാഅത്ത്, അതുപോലെയുള്ള മംഗലാപുരത്ത് വലിയൊരു പരിപാടി നടന്നു. പണ്ട് ഗവൺമെൻറ് നിലയിലാണ്. മംഗലാപുരത്ത് ഉള്ളാളത്ത് വലിയൊരു പരിപാടി. താജുൽ ഉലമാക്ക്, താജുൽ ഉലമായ കൂറതങ്ങൾക്ക് ഖാദി സ്ഥാനം കൊടുക്കുന്ന ആ വേദി, നായിബ് ഖാദിയാക്കുന്ന വേദിയിൽ അന്ന് മംഗലാപുരത്തിന് ഏറ്റവും വലിയ സമ്പന്നനായ ടോപ്പ് ബിസിനസ് മാൻ ആളെ ഞാൻ പേര് പറയാം, വലിയ ആളാണ് അയാൾ. മംഗലാപുരത്തും ഈ സൗത്ത് കേന്ദ്ര ഉടുപ്പിൽ വെച്ച വലിയ പണക്കാരൻ അയാൾ ബഹിരംഗമായിട്ട് സദസ്സിൽ വെച്ച് പറഞ്ഞു, നമ്മുടെ ബാപ്പയുടെയും എൻ്റെയും സ്വഭാവം, നമ്മുടെ കുടുംബത്തെയും സ്വഭാവം, ഏത് വിഷയങ്ങളും ഞങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിൽ ഞങ്ങൾ ഉള്ളാളം തങ്ങളുമായി ബന്ധപ്പെടും. അഥവാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുമായി ബന്ധപ്പെടാതെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു മംഗളമോ ഒരു ഒന്നും നടക്കാറില്ല. ഇത് ഇന്നല്ല, 50 കൊല്ലം മുതൽ നമ്മുടെ സ്വഭാവമാണ് എന്ന്. അതുകൊണ്ട് തന്നെ അയാൾ തൊട്ട എല്ലാ ബിസിനസ്സും സക്സസ്ഫുള്ളാണ്. അയാൾ ഇത്ര വലിയ മുതലാളിയാണെങ്കിലും അയാളുടെ ബിസിനസ്സുകളൊക്കെ കണക്ക് ചെയ്ത് എല്ലാ കൊല്ലവും ഒരു പണ്ഡിതനെ കൊണ്ടുവന്നിരുത്തി, 2 സിയകളെ കൊണ്ടുവന്നിരുത്തി കണക്കാക്കി കറക്റ്റായി സക്കാത്ത് അർഹതപ്പെട്ട ആളുകൾക്ക് സക്കാത്ത് വിതരണം ചെയ്യും. താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ് എന്ന് പറഞ്ഞതാണ്. എന്നെ വിരുത്തി 2 സിയമാരെ കൊണ്ടുവന്നു. രാവിലെ 11 മണി മുതൽ മഗ്രിബ് നോമ്പ് തുറ വരെ വീട്ടിലിരുന്ന് സക്കാത്തിൻ്റെ കണക്കെല്ലാം എടുത്തു. സക്കാത്തിൻ്റെ കണക്ക് പറഞ്ഞ അപ്പോൾ ഉസ്താദ്, നിങ്ങളുടെ മസലകളും ശരീഅത്തിൻ്റെ നിയമങ്ങൾ കണ്ട് എനിക്ക് കുറേ ലാഭമുണ്ട് നഷ്ടമുണ്ട്, പക്ഷേ നഷ്ടത്തിനേക്കാൾ കൂടുതൽ ലാഭമാണ്. ഞാൻ എല്ലാത്തിനും സക്കാത്ത് കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉലമാവുമായി അഹ്ലുൽ ഇൽമുമായുള്ള ബന്ധമുണ്ടെങ്കിൽ അവരിൽ ബർക്കത്തുണ്ടാകും. അവർ ഖൈറിൻ്റെ അഹ്ലിക്കാരായി വളരും. അവരുടെ ജീവിതം തന്നെ നല്ല രൂപത്തിൽ നീങ്ങും. ഏതു തൊട്ട് വിദ്യാഭ്യാസ മേഖലയോ മെഡിക്കൽ കോളേജ് മേഖലയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിൽ അയാൾക്ക് അള്ളാഹു ധാരാളം ഇനിയും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെയും ഹോസ്പിറ്റലുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ മാസവും മൗലിദ് കഴിക്കുന്ന ബദർ മൗലിദ്, അതിനായിട്ട് സ്പെഷ്യൽ ഉസ്താദുമാരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അഹ്ലുൽ ഇൽമുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാകണം ജമാഅത്ത് കമ്മിറ്റിയിലേക്ക് എടുക്കേണ്ടത്. ആലിമാകണമെന്നില്ല, ആലിമീങ്ങളോട്, ഇൽമിൻ്റെ അഹ്ലിക്കാരോട്, നല്ലവരോട് ബന്ധപ്പെട്ടിരിക്കുക. സജ്ജനറ സംഗമതു ഹെജ്ജേനു സവിതന്തെ, എപ്പോഴും നല്ല ആളുകളുമായുള്ള ബന്ധം അത് മധുരമായ തേൻ രസം ഈമ്പിക്കുടിക്കും പോലെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ലവരോട് ബന്ധമുള്ള ഒരാളായിരിക്കണം. കിറ്റി അവനെ പിടിച്ചിട്ട് വെറും രാജകീയക്കാരെ വേണ്ട എന്നല്ല പറഞ്ഞതാണ്. രാജകീയ പുടാരി മാത്രമല്ല, സംസാരിക്കാൻ കഴിവുള്ളവർ മാത്രമല്ല,
പണക്കാരൻ മാത്രമല്ല, കനിഷ്ഠ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റിയിൽ വരുമ്പോൾ ഒരു ഉസ്താദെങ്കിലും ഒരു ആലിമെങ്കിലും വേണം. ഇപ്പം മസ്ജിദ് തക്വയില്ലേ, തക്വ മസ്ജിദ് മംഗലാപുരത്ത് എല്ലാം അറിയല്ലേ? എത്ര ഉസ്താദുമാരുണ്ട് ആ കമ്മിറ്റിയിൽ? വലിയ വലിയ പണക്കാരുമുണ്ട്, മാന്യ ഉസ്താദുണ്ട്, വേറെ കുറേ ഉസ്താദുമാറുകളുണ്ട്. നമ്മുടെ ജമാഅത്തിൽ മുഹല്ലത്ത് മൈലാക്കന്മാർ വേണ്ട, എൻ്റെ അബ്ബടതാ മൈലാക്ക അബ്ബട കമ്പനി. അത് എന്തുകൊണ്ട് മൈലാമ്മ നാട്ടിലുള്ള ഒരു ആലിം ചില സ്ഥലത്തുള്ള റായത്ത മൈലാ ഇമാം നിക്കോത്തിയറാണ്. ഏത് മസലയുടെ അത് ആറ് പഠിപ്പിച്ചത് നിനക്ക്? ഇങ്ങനത്തെ ജഹാലിയത്തും ചില തറവാട് നഷ്ടപ്പെട്ടവരുടെ സ്വഭാവം അത് ഒഴിവാക്കണം. മറിച്ച് ജമാഅത്തിലുള്ളൊരു ജമാഅത്ത് കമ്മിറ്റിയാകുമ്പോൾ ദീനീയ സ്ഥാപനമാണത്. അള്ളാഹുവിൻ്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പള്ളി ഉണ്ടാക്കിയത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് മദ്രസ ഉണ്ടാക്കിയത്. 100% ദീനീയ സ്ഥാപനമാണ്. ജമാഅത്തിൻ്റെ എല്ലാ ആളുകളുടെയും ദീനിയായ കാര്യങ്ങൾ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു പരമോന്നത സഭയാണ് മസ്ജിദ്. സഭാകേന്ദ്രമാണ്. അതിൽ അവിടുത്തെ കമ്മിറ്റി പരമോന്നതമായ പവിത്രമായ ഒരു പവിത്രതയുള്ള ദീനീയ ഖിദ്മത്തിൻ്റെ വേദിയാണത്. പ്രസിഡന്റാക്കാനും 4 ആളുകൾക്ക് എന്ത് തോന്നിയവാസം ചെയ്യുന്ന ഒരു കമ്മിറ്റി അല്ലത്. അത് ക്രിക്കറ്റ് ടീമല്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിൻ്റെ ഒരു വേദിയാണ്. അവിടെ വേണ്ടത് ഒരു പണ്ഡിതനെങ്കിലും ചേർക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള, ദീനിനോട് മുഹബ്ബത്തുള്ള ഒരു സ്കൂൾ ടീച്ചറോ ഒരു വിദ്യാസമ്പന്നനെങ്കിലും വേണം. അതിൽ വേണം. അല്ല, ഓരോരോ ഫീൽഡിൽ ഉയർന്ന മികച്ചു നിൽക്കുന്ന നല്ല നല്ല ആളുകൾ ഉണ്ടെങ്കിൽ പ്രബുദ്ധമായ തീർമാനങ്ങൾ, കുറഞ്ഞത് കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോൾ ഒരൽപ്പം 40 മിനിറ്റ് 45 മിനിറ്റിലെങ്കിലും തീരണം. ഇത് ചൊര മഗ്രിബ് നിസ്കരിച്ച് തുടങ്ങും. ഇഷാ ജമാഅത്ത് അവിടെ നടക്കും. ഇവരെ മീറ്റിംഗ് ബലമാൻ്റെ മീറ്റിംഗാ. ജമാഅത്ത് നടക്കുന്ന സമയത്ത് ഏത് മീറ്റിംഗ് ആണെങ്കിലും ഒഴിവാക്കി അടച്ചു വെച്ച് പോകണ്ടേ? പിന്നെ ചില ആളുകൾ അവിടെ തന്നെ ഇറങ്ങിയിട്ട് പോകും. ദീൻ നടത്തരേ, ദീനിൻ്റെ ഹാദിമ്യങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, ജമാഅത്ത് കമ്മിറ്റിയിൽ വരേണ്ട ആളുകൾ പ്രബുദ്ധന്മാരാകണം, ഒരൽപ്പം ബുദ്ധിയുള്ളവരാകണം, അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആലിമ് ഒരാളെങ്കിലും വേണം. അവസാനം എല്ലാ കമ്മിറ്റിയിലും വരുന്ന ഉസ്താദന്മാരെ, ജമാഅത്ത് വരുന്ന ഖതീബന്മാരിൽ ഒരാളെ സാധിക്കുമെങ്കിൽ ഒരു ഉപദേഷ്ടാവായിട്ട് ഒരു നിർദ്ദേശക്കാക്കി വെക്കണം. ദീനിയായ പ്രവർത്തനമായതുകൊണ്ട് ഞാൻ പറയാം. എന്നിട്ട് കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ നാട്ടിലുള്ള ചെറുപ്പക്കാരോട് വലിയ ബന്ധം വേണം, അവരുമായി നല്ല സ്നേഹം വേണം. എന്തിനുള്ള ബാലക്കാർ എന്ത് ഷാവുടെ അവൻ്റെ മോണല്ലേ, അവൻ്റെ മോണല്ലേ, നീ ആരെ മോണും? ബാല്യക്കാർ സംഘങ്ങളുടെ കമ്മിറ്റി ഉണ്ടാകും, വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാകും, SYS ഉണ്ടാകും, SSF ഉണ്ടാകും. വേറെ ഏതെങ്കിലും നാട്ടിൽ ഖിദ്മത്ത് ചെയ്യുന്ന ചെറുപ്പക്കാർ അവരുമായി അടുത്ത് അവർക്ക് ചില അവസരങ്ങളെല്ലാം വെച്ച് കൊടുക്കണം. പ്രസിഡന്റായി സെലക്ടാക്കിയാൽ ഏതെങ്കിലും വെൽഫെയറിൻ്റെ ഏതെങ്കിലും നല്ല ദീനിയ ഖിദ്മത്തിൻ്റെ ഏതെങ്കിലും നാട്ടിലുള്ള ഒരു കമ്മിറ്റിൻ്റെ പ്രസിഡന്റ് ആയി സെലക്ടായാൽ അയാളെ കൊണ്ടുവന്നിട്ട് ജമാഅത്ത് കമ്മിറ്റി ഒരു സന്മാനാക്കണം, ഒരു ഷാലിട്ട് കൊടുക്കാം. ഒരു ഷാലിട്ടിട്ട് അവരെ ഞങ്ങളെ ആളായിട്ട് കൊണ്ടുപോകണം. ഈദ് മീലാദുമ്പോൾ നാട്ടിൽ പരിപാടി നടക്കുമ്പോൾ അവർക്ക് ചില ഉത്തരവാദിത്വം കൊടുക്കണം. 3 കമ്മിറ്റിന് 3 ആളുകൾക്ക് അവരെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് അവർ എതിരാവൂല. പക്ഷേ ആ കമ്മിറ്റി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ള കമ്മിറ്റി ആകണം. അവരെ നന്നാക്കിയെടുക്കണം, അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകണം. അവരൊരു വേറെ തന്നെ ആക്കിയിട്ട് മൂലയിൽ വെക്കരുത്. എല്ലാ സ്ഥലത്തും അതാണ്. ചെറുപ്പക്കാർക്ക് വേണ്ടി അവരുമായി സംസാരിച്ച് അവർക്കൊരു നല്ലൊരു ക്ലാസ് സംഘടിപ്പിക്കണം. സുന്നി കുടുംബത്തിൽ ധാരാളം ക്ലാസ് കന്നഡത്തിലോ മലയാളത്തിലോ ഉറുദുവിലോ ഇംഗ്ലീഷിലടക്കം ആയിരക്കണക്കിനുള്ള ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. SSFലുണ്ട്, SYSലുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് ഈ ബാല്യക്കാർക്ക് നാട്ടിലുള്ള യൂത്ത് സ്വിംഗ് അഥവാ ക്രിക്കറ്റ് ടീം ഉണ്ടാവും, അവർ പിടിച്ച് നന്നാക്കിയെടുക്കാൻ നോക്കണം. ക്രിക്കറ്റ് ടീം നിങ്ങൾ കളിക്കണ്ട, അവരെ കൊണ്ടുവന്നവരെ നന്നാക്കിയെടുത്ത്
അവർ 5 നേരം നിസ്കരിക്കുന്നവരായി, സൽസ്വഭാവികളായി, ഗുണസമ്പന്നരായി അവരുടെ ടീമിനെ ദീനീയ ഖിദ്മത്തിലേക്ക് വേണ്ടി അവർ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തണം. ചുരുക്കത്തിൽ നാട്ടിലുള്ള യുവജന സംഘങ്ങളെ പിടിക്കണം, കയ്യിലെടുക്കണം. അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ വെറുത്തിട്ടല്ല, അവർക്ക് വേണ്ടി ഉസ്താദിനോട് പ്രസംഗിപ്പിച്ച് അവരെ താത്തി, അവരെ കളിയാക്കി, അവർക്ക് എതിരിൽ പ്രസംഗിക്കല്ല, മറിച്ച് അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ ചിലപ്പോൾ കമ്മിറ്റിയാവുമ്പോൾ വയസ്സന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഓരോരോ കമ്മിറ്റി മെമ്പർമാരുടെ ജവാബ്ദാരിയാണ്. വയസ്സന്മാരുണ്ടെങ്കിൽ തീരെ വകവെക്കാറില്ല. അയാൾ റിട്ടയർഡ്, ഞങ്ങനെ കൊടുത്തു വിടാൻ റിട്ടയർഡായി പോയി, അത് പോയി എവിടെ ഇന്ന് ഖബൂർക്ക് എത്ര ക്ഷേമമുണ്ടു. മറിച്ച് വയസ്സന്മാരെ ബഹുമാനിക്കാത്തവൻ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് ചെയ്യേണ്ടത് ജമാഅത്തിൻ്റെ, ഒരു നാട്ടിൻ്റെ പരമോന്നത സഭയായ ജമാഅത്ത് കമ്മിറ്റി, മുഹല്ല കമ്മിറ്റിയിലാണ്. ആ മെമ്പർമാരാണ് വയസ്സന്മാരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിച്ചുകൊണ്ട്. വേണമെങ്കിൽ വയസ്സുകാലത്ത് ആ വയസ്സന്മാരെ എല്ലാവരും സംഘടിപ്പിച്ച്, 70 വയസ്സിനേക്കാൾ അപ്പുറമുള്ളവരെ സംഘടിപ്പിച്ച് അവർക്ക് പ്രത്യേകമായ ഒരു ക്ലാസ് തർബിയത്ത് ഞങ്ങളെല്ലാം എടുക്കൽ, നല്ല ഉസ്താദുമാരെ കൊണ്ട് വയസ്സുകാലത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ദിക്ർ ചെയ്യാം, തഅലമുസ്സലാത്ത് എങ്ങനെ ഓതണം, ദലായിലുൽ ഖൈറാത്ത്, വിരുദുൽ ലത്തീഫു, ദിവസം എത്ര യാസീൻ ഓതണം. നമ്മുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിലൊരു പെണ്ണുങ്ങളുണ്ടായി, വഫാത്തായി, അല്ലാഹു തആല ഖബർ വിശാലമാക്കട്ടെ. എല്ലാ ദിവസവും 10 യാസീൻ ഓതുന്ന പെണ്ണുങ്ങൾ. മുറ പോലെ ദലായിലുൽ ഖൈറാത്ത് ഒരു ദിവസം ഒഴിവാകാതെ, വിറുദുൽ ലത്തീഫ്, അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദരീൻ, ആലമുസ്സലാത്ത്, തബാറക സൂറത്ത്, എല്ലാ ദിവസവും സൂറത്തുൽ കഹ്ഫ്, ഇതെല്ലാത്തവർ കൂടി കാലി ഇബാദത്തെടുത്ത് മൂലക്കരിക്കാറില്ല, മറിച്ച് ഫുൾ ആക്റ്റീവ്. വീട്ടിലുള്ള എല്ലാ പണികാര്യങ്ങളും ശരിയേത് വിരുന്നുകാരെ സൽക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണ്. ഇപ്പം വയസ്സാകുമ്പോൾ വയസ്സന്മാർക്ക് വേണ്ടി ക്ലാസ്, നാട്ടിലുള്ള ആളുകൾ നന്നാക്കലല്ലേ, വെറും പള്ളിക്ക് പൈൻ്റടിപ്പിക്കലും, മുക്കരിനെ പിരിച്ചുവിടലും, ഖത്തീബിനെ ചേഞ്ചാക്കലും, പള്ളിക്ക് പൈൻ്റടിക്കലും, മദ്രസ ഉള്ള പള്ളി പൊളിക്കലും, ഒരു മിനാറ പള്ളി, ഇത് മാത്രമല്ല. ഒരു സ്ഥലത്ത് നോക്കിയിരുന്നു, യാ അല്ലാഹ്, ഇല്ല ഈ ടോയ്ലറ്റല്ല പൊളിച്ചിട്ട് 22 ലക്ഷം കൊണ്ട് ടോയ്ലറ്റ് പതിച്ചു. ഇത്ര 25 ലക്ഷം ഒരു ടോയ്ലറ്റ്. അവിടെ വീട് ചെയ്യുന്നത് തൂറലല്ലേ, വേറെന്തുണ്ടാ, തൂറലും പാത്തരല്ലേ. ആ 25 ലക്ഷം പള്ളി ഉണ്ടെങ്കിൽ ഞങ്ങളൊരു 5 പള്ളി കെട്ടിക്കും നോർത്ത് കർണാടക. ഞാൻ ഈ മാസത്തിൽ 2 പള്ളി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷത്തിൻ്റെ 10-200 ആൾ നിസ്കരിക്കാൻ സൗകര്യമുള്ള 5 ലക്ഷത്തിൻ്റെ പള്ളി. ഉള്ള ടോയ്ലറ്റ് പൊളിച്ചു, 10-25 ലക്ഷത്തിൻ്റെ ടോയ്ലറ്റ്. ആരുടെ പൈസ? ഓൻ്റെ വാപ്പാൻ്റെതല്ല, ജനങ്ങളിൽ നിന്ന് പിരിച്ചുണ്ടാക്കി, ജനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടിച്ച് വാങ്ങി ടോയ്ലറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ആ ടോയ്ലറ്റിൽ ഇരുന്നാലോ മറ്റുള്ള എല്ലാവർക്കും ചന്തി കാണും, മൂത്രിച്ചാൽ തെരിക്കും. ഒരു പ്രായോഗികമല്ലാത്ത, ഒരു 4 സ്ഥലത്ത് എവിടെയെങ്കിലും നോക്കി വന്നിട്ട് ആലോചിച്ചിട്ട് ഒരു പ്ലാനഡ് അല്ലാത്ത ടോയ്ലറ്റ് ബാത്റൂമുകൾ. ഇങ്ങനത്തെ ബുദ്ധിയില്ലാത്ത ചില പണികൾ നടക്കുമ്പോൾ ഒരു എഞ്ചിനീയറെ കാണാം. ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു 10-25 പള്ളികൾ പോയിട്ട് ഒരു 10 പള്ളിയിൽ നോക്കിയിട്ട് ഏതാണ് ശരി, മൂത്രിക്കാൻ നല്ല സൗകര്യം, ഇവിടെ വെള്ളം മേലേക്ക് തെരിക്കാത്ത പോലെ ഏത് ഐഡിയമാണ് നല്ലത്, അവിടെ ഇരുന്നാൽ അപ്പുറത്തെ ആളുകൾക്ക് ചന്തി കാണാത്ത പോലെ, ഗലീജ് കാണാത്ത പോലെ എങ്ങടാക്കണം. 4 ഭാഗത്തിൽ നോക്കി വന്നൊരു ടോയ്ലറ്റ് ഉണ്ടാക്കി അത്ര മനോഹരമായിരിക്കും. 5 ലക്ഷം കൊണ്ട് ടോയ്ലറ്റ് കെട്ടിച്ച് തരണം നിങ്ങൾക്ക്. ഞങ്ങളുടെ എഞ്ചിനീയർമാരുണ്ട്, 5 ലക്ഷം കൊണ്ട് നല്ല സൂപ്പർ ടോയ്ലറ്റ് ഉണ്ടാക്കാം. പക്ഷെ അവിടെ തൂർന്നതിന് വേറൊന്നുമല്ല പണി, അത് പാത്തലെന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അനാവശ്യങ്ങളിലേക്ക് പോകാതെ വളരെ സൂക്ഷ്മതയോടുകൂടി ഉണ്ടാക്കണം, ഞങ്ങൾ അവിടെ പ്രവർത്തിക്കണം. പിന്നെ കമ്മിറ്റി ഭാരവാഹികളോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, മെമ്പർമാരോട് ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് പരസ്പരം മുഷാവറ ചെയ്തു, ചർച്ചകൾ ചെയ്തു, ഒരു അജണ്ട വേണം കമ്മിറ്റി മീറ്റിംഗ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ് കൂടും, രാജ്യസമിതി സഭ, മുസ്ലിം ജമാഅത്തിൻ്റെ ഗുൽബർഗത്തിൻ്റെ ആൾ വരും.
ബീദറിൽ നിന്ന് വരുന്നത് കളവല്ല. നോക്ക്, SSFന്റെ മീറ്റിംഗ് കൂടും, SYSന് ഗുൽബർഗ, ഹാവേരി, ഗദഗ്, ബാംഗ്ലൂരിൽ നിന്ന് ആൾ വരും, രാമനഗരത്തിന് വരുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ മീറ്റിംഗ് കൂടുമ്പോൾ ഇത്രയും ജില്ലകളിൽ നിന്ന് വന്ന ആൾ മീറ്റിങ്ങിൻ്റെ സമയത്ത് 45 1 മണിക്കൂറിൽ മീറ്റിംഗ് തീർന്നു. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഫോണിൽ ചർച്ച ചെയ്തു. അവിടെ വന്ന് ഒന്നും കൂടി ആ ചർച്ചകൾ ആ വിഷയമിട്ടു. ചൊറയില്ല, അനാവശ്യമില്ല, ഒരാളെ തക്കബ്ബർ കാണിക്കലില്ല, ഒരാളെ താത്തരില്ല. ഈ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് ചർച്ച ചെയ്ത് വിഷയം പോയി. ഗുൽബർഗത്തിൻ്റെ ആൾ ഗുർബത്ത് പോയി, റായച്ചൂറിൻ്റെ ആൾ റായച്ചൂർ പോയി. ഇതങ്ങനല്ല. ഇത് ചുറ്റുപാടത്തിൽ നിന്ന പൊരകൾ ബണ്ടമേ വലിയ കഷ്ടം. ഹജാർഗിണ്ട് പുരുഷത്തിൽ നടുനമ്പലവുല ഇണ്ട് മർക്ക സംകട്ടവുല പൊട്ടു നീ ചതിക്കലല്ലേ. മാമിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഅയ യമൂത് യൗമ യമൂത് വഹുവ ഗാസിൽ ലിറഅയതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇതെല്ലാവരും മനസ്സിൽ വേണം. കമ്മിറ്റിക്കാരെ വേണം, ഉസ്താദുമാരെ വേണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരധികാരമുള്ള മനുഷ്യൻ തൻ്റെ അധികാര വിഷയത്തിൽ ജനങ്ങളെ ചതിച്ചുകൊണ്ട്, വിശ്വാസം വഞ്ചിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചാൽ മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല അവൻ മരിക്കുമ്പോൾ തന്നെ തീരുമാനമെടുക്കും ഇവനിക്ക് സ്വർഗം ഹറാമാണെന്ന്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ചതി? നീ അല്ലാത്ത മറ്റൊരാളായിരുന്നു മെമ്പർ മീറ്റിംഗ്, നീക്ക് മീറ്റിംഗ് വരാൻ സമയമില്ല. ഏത് മീറ്റിങ്ങിലാണ് കോറമുള്ളത് പറയും. നാണമില്ലേ എൻ്റെ സഹോദരന്മാരെ? അള്ളാഹുവിൻ്റെ പള്ളിയുടെ മെമ്പറായി ഞാൻ, എനിക്ക് മീറ്റിംഗ് വരാൻ സമയമല്ല, മാസത്തോളം. പിന്നെന്തിനാണ് ഈ പണി? ഇത് ചതിയല്ലേ? ഇത് വഞ്ചനയല്ലേ? മുഹല്ലത്തിൽ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ദീനിനോട് ചെയ്യുന്ന വഞ്ചനല്ലേ? അള്ളാഹു വിടുമോ? നിനക്കാണ് സ്വർഗം ഹറാം. ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹ്. ഇത് ഈമാനുള്ളവർക്ക് മാത്രമാണ് പള്ളിപ്പണി. തോന്നിയ ഭാസമല്ല. ഇത് ക്ലബിൻ്റെതല്ല, മണ്ഡല പഞ്ചായത്ത് മെമ്പറല്ല. അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ഹാദിമായി ഇടീ നാട്ടിനെ 300-ഓളം വരുന്ന മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങളുടെ നേതൃത്വം എടുക്കുന്ന നീ മീറ്റിംഗ് വരാതെ ചതിയാണ് എങ്കിൽ അള്ളാഹു നിന്നെ വിടൂല. ചിന്തിക്കണം സഹോദരന്മാർ. ആഴ്ചയിൽ 15 മീറ്റിങ്ങിന് പോകുന്ന നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. എനിക്ക് നാണക്കേടാകും പറയുമ്പോൾ. നാട്ടിൽ പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ സ്വന്തം ഭാര്യ വീൽ ചെയറാണ്, ഒരു മകൻ മറ്റൊരു മകൻ ഹോസ്പിറ്റലിലാണ്. ഇത്രയും പ്രശ്നമുണ്ടായിട്ട് നമ്മുടെ മുസ്ലിം ജമാഅത്തിൽപ്പെട്ട ഒരു നേതാവ് ഒരു മീറ്റിംഗ് ഒഴിവാക്കാറില്ല. ജംഇയ്യത്തുൽ ഉലമാന്റെ ഒരു മീറ്റിംഗ് ഒഴിവാക്കൂല. എല്ലാ മീറ്റിങ്ങിലും എത്ര കഷ്ടപ്പെട്ടാലും മൈഷത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയൊരു ശമ്പളമാണ്, എന്നിട്ടും ഒഴിവാക്കാതെ ഇന്നല്ല 10-25 വർഷം പാരമ്പര്യം ഞാൻ കാണുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എത്ര പ്രവർത്തകന്മാരുണ്ട്. കുന്താപ്പുറത്തിൽ നിന്ന് ഓടി വരുന്ന ബസ്സിൽ മീറ്റിങ്ങിന് ഞങ്ങൾ പോകുന്നതിനേക്കാൾ മുമ്പിൽ മീറ്റിംഗ് എത്തുന്നവരുണ്ട്. ഹാസനത്തിന് വരുന്ന മീറ്റിങ്ങിന് വേണ്ടി മുസ്ലിം ഞങ്ങൾ TA കൊടുക്കാറില്ല, DA കൊടുക്കാറില്ല, ബിരിയാണി കൊടുക്കാറില്ല. മീറ്റിങ്ങിന് വേണ്ടി അപ്പുറത്ത് പുരലിരുന്നിട്ട് അള്ളാഹിൻ്റെ പള്ളിയുടെ മെമ്പറായിട്ട് ബേജവാബ്ദാരികൾ ഈ മീറ്റിങ്ങിന് വരും. നിന്നെപ്പോലെ അപ്പുറത്ത് ബെടക്ക് മോശപ്പെട്ടവൻ ആരാണ്? ഒഴിവാച്ച് രാജിവെച്ച് പോ. നിന്നെ കൊണ്ടല്ല നിയന്ത്രിച്ച് പല്ലടപാട്ടരെ. അള്ളാഹിൻ്റെ പള്ളി അള്ളാഹു നടത്തിയോളും. നേരത്തെ പറഞ്ഞില്ല, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ പ്രസ്ഥാനം ഞങ്ങളാളുണ്ടാക്കി, ഞങ്ങളത് കാത്തോളും. നിന്റെ ആവശ്യമില്ല ചപ്പടാസിൻ്റെ. മാസത്തിൽ ഒരു പ്രാവശ്യം മീറ്റിങ്ങിന് വരാൻ സമയത്ത് പിന്നെന്തിനാണ് രാജിവെച്ച് പോടോ? നിന്നെപ്പോലെയുള്ളവർക്ക് ദീൻ നശിക്കണം. പിന്നെ എന്ത് സമാജ സേവ, സമാജ വർക്ക് മാന്യമായിട്ട് അറിയിക്കണം. ഈ മീറ്റിങ്ങിൽ നിനക്ക് വരാൻ സാധിക്കുന്നില്ല, ക്ഷമിക്കണം, മാഫ്. കാര്യമായ തടസ്സമുണ്ട്, ശ്വാസമുട്ടലുണ്ട്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിലാണ്, ഒരു നിലക്കും സാധ്യമല്ല, മാഫ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒഴിവാകണം. അതല്ലാത്ത പക്ഷം അള്ളാഹു നിന്നെ പൊറുക്കില്ല. മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളിനെ ഇമാറത്ത് ചെയ്യുന്നവർ പൂർണ്ണമായ വിശ്വാസമെന്നാകണം. വല്യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസം വേണം. ആര് അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കണം. അവിടെ ചോദിക്കപ്പെടും. അവിടെ വിളിച്ച് ചോദിക്കും, നിന്റെ പേര് പറഞ്ഞു, നിന്റെ ബാപ്പാന്റെ പേരോടുകൂടി വിളിക്കും നിന്നെ. നിന്റെ വേരിയ, നിന്റെ പള്ളിയുടെ മെമ്പറെ,
വിളിക്കുന്ന സമയത്ത് അള്ളാഹു ഞാൻ നിൽക്കണമെന്ന ആ വിശ്വാസം ഉള്ളവനിക്ക് മാത്രമേ ഈ പണി. ഞാൻ പറഞ്ഞു വന്നത് ബിടുവ് ഉള്ള ആളുകളാകണം. ബിടുവ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ റെസ്റ്റ്, പണി തീരെയില്ല, എപ്പം ബിസി അവനെ കമ്മിറ്റിയിൽ ചേർക്കാൻ പാടില്ല. പിന്നെ സച്ചാരിത്രം വേണം, നല്ല ചരിത്ര ശുദ്ധിയാണ്. അവിടെ കട്ട്, അവിടെ ഡോങ്കി, ഇവിടെ ലക്ഷങ്ങൾ തോത്തി, ഇവിടെ ബാക്കി, അവിടെ ബാങ്കിൽ ഗോൾമക്കി, അവനെ പിടിച്ച് കമ്മിറ്റി കൊണ്ടുപോകണം. സംസാരിക്കാൻ കഴിവുണ്ട്, തടിയൊക്കെ ബെൽതുണ്ട്, കാറും ഉണ്ട്, ബാറും ഉണ്ട്. അത് നോക്കിയിട്ട് സച്ചാരിത്രമുള്ള ആളുകൾ മാത്രം. അത് ആദ്യം പറയാം, ആദ്യം തന്നെ പ്ലാൻ ആക്കണം. ഇക്കൊല്ലം നമ്മുടെ നാട്ടിനെ ഈ മുസ്ലിമീങ്ങൾ 100ഓളം 300ഓളം കഥ പറഞ്ഞാൽ, ഞാനൊരു വലിയൊരു പ്രസിഡന്റിനോട് ചോദിച്ചു, ബേജാറാക്കണ്ടാറും ആചാര നിങ്ങളെ ജമാഅത്തിൽ എത്ര അകൗണ്ട് ആചാര? നിങ്ങളെ ജമാഅത്തിൽ എത്ര അകൗണ്ട്? ഒരു 100-300-400 ഇക്കണോ? അങ്ങനെ മേഖല വിട്ടാചാര പ്രസിഡന്റ് ചൊല്ലുടെ പലക്ക 100-300-400 ഡിഫറൻസ് ആയാലും കൊന്തല്ല ഓണ്ടെ വെച്ച് പ്രസിഡന്റാക്കി. ഒരു പ്രസിഡന്റ് ഉള്ള ആളുകൾക്ക് ജനറൽ സെക്രട്ടറിക്ക് ജമാഅത്തിന്റെ ഫുൾ ബയോഡാറ്റ വേണം. പിന്നെന്തിനാ പണി? എത്ര വീടുകളുണ്ട്, ആ വീടിൽ എത്ര ജനങ്ങളുണ്ട്, എത്ര ആണുങ്ങളുണ്ട്, പെണ്ണുകളുണ്ട്, പഠിക്കണം. പഠിക്കാൻ പ്രയാസമില്ല, ഇന്നത്തെ എല്ലാ സൗകര്യങ്ങളുണ്ട്. വിവാഹിതരായ പെൺകുട്ടി, വിവാഹം 10-30 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം ചെയ്യാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ എത്രയുണ്ട്? ഭർത്താക്കന്മാർ മരണപ്പെട്ട വിധവകൾ എത്രയുണ്ട് നാട്ടിൽ? അവർക്ക് ധാരാളം സഹായിക്കാനുള്ള മാർഗങ്ങളുണ്ട്. വേറെ വേറെ സംഘസമസ്തങ്ങളുണ്ട്. അവർക്ക് ഗവൺമെന്റിന്റെ മാസാസനം കിട്ടി അതെടുത്ത് കൊടുക്കാം. യത്തീം മക്കൾ എത്രയുണ്ട്? ആൺകുട്ടികൾ യത്തീം പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് നേരിട്ട് ഫണ്ട് വരുന്നു. ഹോം കെയർ പ്ലാൻ പ്രകാരം AP ഉസ്താദിൻ അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, താഹിറുൽ തങ്ങൾ അല്ലാഹു തആല ഖബർ വിശാലമാക്കട്ടെ. ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ മുഹിമ്മാത്തിന്റെ വകയിൽ, സഅദിയുടെ വകയിൽ വേറെ വേറെ നമ്മുടെ സ്ഥാപനങ്ങൾ ഹോം കെയർ പ്ലാൻ പ്രകാരം വീട്ടിലിരിക്കുന്ന യത്തീം പെൺകുട്ടികൾക്ക് അവർക്ക് ഭക്ഷണവും, അവർക്ക് എഡ്യൂക്കേഷനും, അവർക്ക് മെഡിസിനും, അവർക്ക് പാർപ്പിടം, അവർക്ക് വസ്ത്രം കൊടുക്കുന്നത് നമ്മുടെ ഉസ്താദന്മാർ, നിങ്ങളെപ്പോലെയുള്ള നേതാക്കന്മാരെ സഹായം വാങ്ങി ഏർപ്പാട് ചെയ്തിട്ട് അങ്ങനത്തെ സ്കീമൊക്കെ നമ്മുടെ ഉസ്താദന്മാർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവർക്കറിയില്ല. എത്ര വീട്ടിലൊരു ജമാഅത്തിൽ എത്ര യതീം കുട്ടികളുണ്ട്? ആർക്കും ഒരു പ്രസിഡന്റുമാർക്ക് അറിയില്ല. മിക്ക പ്രസിഡന്റുമാർ അറിയുന്നവരുണ്ട്, അറിയണം. ഇത്ര യത്തീം കുട്ടികളുണ്ട്, 15 വയസ്സ് പൂർത്തിയാകാത്ത, ബാപ്പ മരണപ്പെട്ട ഇത്ര യത്തീം കുട്ടികൾ നമ്മളെ മഹല്ലത്തുണ്ട്. ഇത്ര ഭർത്താക്കന്മാർ മരണപ്പെട്ടവരുണ്ട്. സമയത്ത ആ യത്തീം കുട്ടികളെ കണക്കെടുത്തിട്ട് എത്ര യത്തീം ഖാനങ്ങളുണ്ട് നിങ്ങൾക്കറിയോ? 40,000 കുട്ടികൾ പഠിക്കുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ക്യാമ്പസിൽ കടന്നാൽ അവിടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, ആർട്സ് കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, ഹാഫിളുകളുണ്ട്, ശരീഅത്ത് എല്ലാം. അവർക്ക് വെവ്വേറെ ക്യാൻറ്റീനുകളിൽ കണ്ടവരല്ലേ. ഓരോരോ ക്യാൻറ്റീൻ താജ്മഹൽ പോലല്ല, ഓരോരോ ക്യാൻറ്റീനിൽ 2,000 15,000-ഓളം വരുന്ന ആളുകൾ. അവർക്ക് അവിടെ മീൻ വരുന്നത് മുത്തല്ലിമീങ്ങൾക്ക് മീനങ്ങനെ വരുന്നത് സൈക്കിളിൽ പാമ്പയാക്കിയിട്ടല്ല, 2 ലാരിയാ മീൻ വരുന്നത്. ആ സ്ഥാപനയിൽ 10-15ഓളം വരുന്ന ക്യാൻറ്റീനുകളിൽ വെച്ച് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ഫുഡ് ബാപ്പ മരണപ്പെട്ട യതീം മക്കൾക്കാൽ വല്ലാഹി സുമ്മ വല്ലാഹി ഇവിടെ സഖാഫികൾക്ക് സാക്ഷിയാൽ ഉസ്താദിൻ്റെ വകയിൽ. അതുകൊണ്ടാണ് ജനങ്ങൾ നൽകിയത് അബുൽ ഐതാബ്, യതീമുകളുടെ പിതാവ്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള യതീം കൂടി നമ്മുടെ മഹല്ലത്ത് എത്രയുണ്ട്? അവർക്ക് വിഷയം അറിയില്ല. ഉമ്മയാണെങ്കിൽ അവൾ ബേജാറിൽ ഭർത്താവ് മരണപ്പെട്ടവയെ BP-യും സുഗറുമായിട്ട് വീട്ടിൽ ഒന്ന് ഇറങ്ങി നോക്ക്. ജമാഅത്ത് കമ്മിറ്റിക്കാരാ, മെമ്പർമാരെ, ഒന്ന് സർവേ നടത്തണം. സർവേ നടത്തി ഇത്തരം മഹല്ലത്ത് എത്ര യതീം ആ കുട്ടികൾ കൊണ്ടുപോവാ. നല്ല യതീം മക്കൾ കാണുന്നുണ്ട്. ആ മക്കൾ പഠിച്ച് പടർന്ന് വളർന്ന് ആ മക്കൾ ഇൻഷാ അല്ലാഹ് എഞ്ചിനീയറായിട്ട് വരും, ഡോക്ടറായിട്ട് വരും, ലോയറായിട്ട് വരും. കൂട്ടത്തിൽ
ആലിമോട് കൂടിയുള്ള ഡോക്ടർ, ആലിമായി വരും. നമ്മുടെ നാട്ടിൽ ഒരു ഉസ്താദുണ്ട്, 15,000 രൂപ ശമ്പളം. എത്ര കേട്ടാ? 15,000 ശമ്പളം, 15,000 ശമ്പളം. വലിയ മഹല്ലത്തല്ല. ഇപ്പം ഞാൻ തേടുന്ന വലിയ മഹല്ല കിട്ടണം, വലിയൊരു കുത്തുബാവണം. ആൾ 24 കൊല്ലമായി 12 പുരയുള്ള 15 വീടുള്ള 15ൻ്റെ ഉള്ളിലുള്ള വീടുള്ള ചെറിയൊരു പള്ളിയിൽ ഖത്തീബാണ്. കുറേ മക്കളുണ്ട്. ഒരു മോന് പഠിക്കാൻ ഉഷാറാണ്. പഠിച്ച് PUC സെക്കൻഡ് ഇയർ ഹയസ്റ്റ് മാർക്ക് എടുത്ത് എഞ്ചിനീയറിംഗ് കോഴ്സാക്കി BTech ആയി. ഇലക്ട്രോണിക് എഞ്ചിനീയർ, നല്ല പോസ്റ്റാണ്. അല്ല ആചാരെ BTech BE ആക്കി, BTech ആക്കി. എന്നിട്ട് ആ ദർസിലെ ഉസ്താദും അയാളെ പഠിപ്പിച്ചു, രണ്ടും പഠിപ്പിച്ചു. ഒരു കൊല്ലം കഴിയുമ്പോൾ ജാമിയ സഅദിയിൽ പോയി. ഇടീ ജാമിയ സഅദിക്ക് 2ാം റാങ്ക് എടുത്ത് സഅദിയായി. അതിൻ്റെ ശേഷം അഫ്ളലിയായി. ഇപ്പോൾ ആലിമുമാണ്, എഞ്ചിനീയറുമാണ്. 2ാമത്തെ മകൻ MSc ആക്കി, കൂട്ടത്തിൽ അഹ്സനിയായി, ഖുർആൻ ഹാഫിളായി, എന്നിട്ട് കാമിൽ സഖാഫിയായി. 3 ബിരുദം. ബാപ്പ 15 രൂപ ശമ്പളത്തിൻ്റെ അവസ്ഥ. മനസ്സിദ്രമാണ്. ഇപ്പോൾ 3ാമത്തെ മകൻ MCom പൂർത്തിയാക്കി, അഹ്സനിയായി. ഇന്നലെ ഒരാഴ്ച മുമ്പ് ബാപ്പ വിളിച്ചു പറഞ്ഞു, ഉസ്താദ് നല്ലൊരു സ്വാലിഹത്തായ പെണ്ണ് വേണം, പക്ഷേ മൊയിലാറുക പറക്കണം. ഉസ്താദുമാർ ഞാൻ കേട്ട എന്തിനാ മൊയിലാക്കന്മാർ പറക്കണം, ഞാൻ മൊയിലാറ മൂല കെട്ടിയിട്ടില്ലല്ലേ. ഉസ്താദ് ബിസ്മിയെങ്കിലും കൂട്ടിയിട്ട് കൊല്ലേ, അത് അയാളെ മദ്ഹബ്. അപ്പം ഇത്രയും നല്ല സൗകര്യങ്ങളുണ്ട്. അയാൾ പറയുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല. അള്ളാഹു മക്കളത് 4 മക്കളും പ്രഗത്ഭന്മാരായ ആലിമികൾ, ദീനും ദുനിയാവ് പഠിച്ച മക്കൾ, സമ്പന്ന കുടുംബം. ശമ്പളം 15, ജമാഅത്തിൽ 25. ഹജ്ജിന് പോയി, ഭാര്യനെ കൊണ്ടുപോയി, ഉമ്മാരെ കൊണ്ടുപോയി. മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. എന്നെ പോലെയുള്ള ഉസ്താദുമാർക്ക്, നിങ്ങളെപ്പോലെയുള്ള, എന്നെപ്പോലെയുള്ള അലച്ചെടുക്കുന്ന മനസ്സമാധാനമില്ലാത്ത വസൂഖില്ലാത്ത ഉസ്താദന്മാർക്ക് വലിയൊരു പാഠമാണ്. അള്ളാഹ്ക്ക് തഖ്വ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, എല്ലാ സ്ഥലത്തും ഫ്രീ ഓപ്പൺ ആക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്ത് എല്ലാം കൊടുക്കും അള്ളാഹ്. എനിക്ക് എത്ര വലിയ പള്ളി കിട്ടിയ മനസ്സമാധാനമില്ല, എത്ര കൈമടപ്പ് കിട്ടിയ എത്ര ശമ്പളങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നാട്ടിലുള്ള മക്കളെ തെരഞ്ഞ് ഉസ്താദന്മാരെ സഹകരിക്കണം, കമ്മിറ്റിക്കാർ കൈകോർക്കണം, മീറ്റിംഗ് വിളിക്കണം, നാട്ടിലുള്ള സർവേ നടത്തണം. ഒറ്റൊരു കുട്ടിയും ഒഴിവാക്കാൻ പാടില്ല. എല്ലാ മക്കളെ എത്തിയും കുട്ടികളെ ധാരാളം നമ്മുടെ സ്ഥാപനം കൊണ്ടുപോയി ചേർക്കുക. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് കുട്ടികൾക്ക്, 10 പൈസ ഫീസില്ല, ഏറ്റവും നല്ല ഫുഡാണ്. വീട്ടിൽ അത്രയും നല്ല ഫുഡ് കിട്ടില്ല. ബാപ്പയില്ലാത്ത എത്തിയും മക്കളാണ്. അതുപോലെ തന്നെ മറ്റുള്ള മിസ്കിൻ മക്കളുണ്ടെങ്കിൽ പാവപ്പെട്ട എല്ലാ മക്കൾക്കും ഇഷ്ടം പോലെ സ്ഥാപനം. ആ മക്കൾ എഞ്ചിനീയറാവും. നേരത്തെ പറഞ്ഞ അയാൾ, ആ കുട്ടി എത്തിയമല്ല, എഞ്ചിനീയറാവോ, ഡോക്ടറാവോ, ലായറാവോ. കഴിഞ്ഞ കൊല്ലം മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പദവി കൊടുക്കുമ്പോൾ, ഡിഗ്രി സഖാഫി ബിരുദം കൊടുക്കുമ്പോൾ, അതിൽ ഈ 600ഓളം വരുന്ന സഖാഫികൾ പുറത്തു വരുമ്പോൾ 200 സഖാഫികൾ BA LLB അഡ്വക്കേറ്റുകളാണ്. കപിൽ സിബൽ വന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഗത്ഭനായ ലോയർ. അവരെ കൊണ്ടുപോയി ഡൽഹി കൊണ്ടുപോയി സുപ്രീം കോടതിയെ കാണിച്ചു കൊടുത്തു. കാലം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ലായറുകൾ വളർന്നു വരണം, എഞ്ചിനീയർമാരെ വരണം, ആലിമ്യങ്ങളുണ്ടാകണം, ഹാഫിളുകളുണ്ടാകണം. ആലിമായിട്ട് വന്നാലേ ആൾക്ക് സന്മാന സമാരംഭ ജമാഅത്തിൻ്റെ കീഴിൽ നടത്തി വെക്കണം. BA ഡിഗ്രി ആയിട്ട് വന്ന ആളെ പിടിച്ചിട്ട് ബഹുമാനിച്ചിട്ട് ഈദ് മിലാദിൻ്റെ അന്ന് ഇന്ന ചപ്പടാസികൾ 2000 രൂപ തന്ന ആൾക്ക് ഷാൽ ഇട്ടിട്ട് സൽമാൻ അവന് മണ്ണ് കൊടുക്കണം. അവനക്ക് 5000 തന്ന ആൾക്കൊരു ഷാല്. നാട്ടിൽ BA ഡിഗ്രിയായ ബാല്യക്കാർ തേടിപ്പിടിച്ച് അവരെ കൊണ്ടുവന്ന് അവർക്ക് ഷാലണിഞ്ഞ് പിന്നെ മല്ലിക പൂവിട്ടവരെ ബഹുമാനിക്കണം. റാങ്ക് ഹോൾഡ് ആരെങ്കിലും പെടുന്നെങ്കിൽ അവരെ കൊണ്ടുവന്ന് ബഹുമാനിക്കണം. ആലിമായിട്ട് മദനിയോ ഫൈസിയോ
ദാരിമിയോ സഅദി ആരെങ്കിലും ഒരാൾ വന്നാൽ അപ്പോൾ തേടി പിടിച്ച് മക്കളെ, പാവങ്ങളായ മക്കളെ, ഉസ്താദുമാർ 8ാം ക്ലാസ് 7ാം ക്ലാസ് പഠിച്ച മക്കളെ സ്ഥാപനത്തിലേക്ക് ചേർക്കണം. കമ്മിറ്റികൾ ബന്ധപ്പെട്ടവരെ ബാപ്പ ഉമ്മാനെ ബന്ധപ്പെടുത്തി അവർക്ക് ഓഫർ കൊടുക്കണം. നിങ്ങളെ മക്കളെ എഞ്ചിനീയറാക്കാം, ഡോക്ടറാക്കാം, ലോയറാക്കാം, ഹാഫിളാക്കാം, ആലിമാക്കാം. കന്നഡത്തിലും ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും പ്രഭാഷകന്മാരാക്കി വളർത്തിയെടുക്കാം. നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭവിഷ്യമുണ്ട്, നല്ല ഫ്യൂച്ചറുണ്ട്, മക്കൾ ഉഷാരാണ് എന്ന് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിച്ച് പ്രചോദനം ചെയ്ത് അങ്ങനെ നാട്ടിലുള്ള മക്കൾക്ക് ശൈക്ഷണികമായ പ്രഗതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ കമ്മിറ്റിക്കാരും ഉസ്താദുമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയാൽ ഒരു ശൈക്ഷണികമായ ഒരു മഹല്ലായിട്ട് വളരാൻ സാധിക്കും. യതീം ഘട്ട് കുട്ടിയുടെ യതീം ഖാനയിലേക്ക്, മറ്റു കുട്ടികളുടെ വേറെ സ്ഥാപനങ്ങളിലേക്ക് അത് ചെയ്യണം. പഠിച്ചു വന്നവരെ ബഹുമാനിക്കണം, ആദരിക്കണം, അവർക്ക് ഷാലനയണം. അത് ദാരിമിയാണെങ്കിലും അത് ഫൈസിയാണെങ്കിലും മദിയാണെങ്കിലും സഅദി. റബീഉൽ അവ്വൽ എന്നൊരു പ്രോഗ്രാം തന്നെ വേറെ. പിന്നെ പറഞ്ഞു വന്നത് സച്ചാരിത്രമുള്ള ചരിത്രശുദ്ധമുള്ള ആളുകളെ കമ്മിറ്റിയിലെടുക്കണം. കിറ്റ് അലവലാദികളെ, വലിയ വലിയ വ്യവഹാരികളെ, വലിയ ബൊമ്പന്മാരെ അവരുടെ വയറ് നോക്കി, അവൻ്റെ കാറ് നോക്കി, അവൻ്റെ 4 മക്കളും ബോംബെയിൽ ഗൾഫിലാണ്, അതല്ല മാനദണ്ഡം. അവൻ്റെ നല്ലതനം, സ്വലാഹിയത്ത് നേരത്തെ പറഞ്ഞല്ലേ, അവൻ്റെ ചാരിത്ര ശുദ്ധിയുള്ള ആൾ, അങ്ങനെയുള്ളവരാക്കണം. പിന്നെ സമാധാനികളാണ്. ഗഡിബിരി സുബ്രായ അവരാക്കാൻ പാടും. കുറച്ച് സമാധാനം, ഏത് വിഷയങ്ങളും സമാധാനത്തോടെ തിങ്ക് ത്രൈസ് ബിഫോർ യു. നേരത്തെ പറഞ്ഞ തഫക്കറു തഫക്കറു തഫക്കറു. ഹുസൈൻ സയ്യിദ് ഉസ്താദ് 3 പ്രാവശ്യം ചിന്തിക്കണം, 3 പ്രാവശ്യം തിങ്ക് ത്രൈസ് ബിഫോർ യു. ഒരു വിഷയം ചെയ്യുമ്പോൾ 3 പ്രാവശ്യം ചിന്തിക്കണം. സബൂർ ചെയ്യുന്നവർക്ക് എപ്പോഴും സന്തോഷമുണ്ട് അറിയിക്കുക. അപ്പം അങ്ങനെയുള്ള സമാധാനികളെ പിടിച്ച് കമ്മിറ്റിയിലാക്കണം. എല്ലാം എന്താക്കും, എന്തെങ്കിലും ചെറിയൊരു ആറക്കുറവുണ്ട് അപ്പനെ പേടിച്ചിട്ട് ഖത്തീബിനെ ഒഴിവാക്കും, ഉസ്താദിനെ ഒഴിവാക്കും. ഖത്തീബും ഉസ്താദും അങ്ങനെ നാട്ടിൽ നല്ലൊരു ഖത്തീബ് റെഡിയാക്കും. ഏതെങ്കിലും ഒരു പെద్దനെ പിടിച്ചിട്ട് കുറച്ച് ഉഷാറിൻ്റെ ഖത്തീബാവണം. ഒരു പണി എടുക്കുന്നില്ല, കാലിമാമത്തും ഇതും. ആരോ പണ്ട് ബേക്കൽ ഉസ്താദ് പറഞ്ഞ റൂം ടു മിമ്പർ മേറാം ടു മിമ്പർ അതാവല്ല. കുറച്ച് എന്തെങ്കിലും പണിയാണ്. എന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ മാരാളെ കൊണ്ടെങ്കിലും ക്ലാസ് സംഘടിപ്പിച്ച്, ഇപ്പോൾ മുമ്പത്തെ പോലല്ല, ഇഷ്ടംപോലെ ക്ലാസ് എടുക്കുന്നവർ അവരെ കൊണ്ടുവന്ന് നാടിനെ സമുദ്ധരിക്കണം. കുറഞ്ഞത് സുബഹി നിസ്കരിച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും തിരിഞ്ഞു നിന്ന് ജാഹിലികളായ തബ്ലീഗുകാർ, തബ്ലീഗിൻ്റെ ഒരു ആലിമിനെ നിങ്ങൾ കണ്ടോ? ലോകത്തിലൂടെ ഒരു തബ്ലീഗിന് ആലിമില്ലല്ലേ. ജമാഅത്ത് ഇസ്ലാമിക്ക് ആലിമില്ല, സലഫികൾക്ക് ആലിമുള്ള. സക്കരിയ ഒന്നും പോയിപ്പോയി ആലിമെന്ന് പറഞ്ഞുകൊണ്ട് താടിയല്ലി വലിയ വെച്ചിട്ട്. പിന്നെ ആരുണ്ട്? ആലിമ്യങ്ങൾ ഞങ്ങളാണ്. ഓരോരോ മഹല്ലത്ത് ബിരുദധാരികളായ 5ഉം 6ഉം ദാരിമ്യം സഖാഫിയും സഅദിയും മദനിയും അടക്കം ഫുള്ളുണ്ട്, ഓരോരോ വിങ്കുണ്ട്. അപ്പം നാട്ടിൽ ഇഷ്ടം പോലെ പരിസരത്തും ആലിമ്യങ്ങളുള്ളത് കൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അവരെങ്കിലും സമ്പന്മൂല വ്യക്തികളെ കൊണ്ടുവന്നു നാട്ടിൽ ക്ലാസ് എടുപ്പിക്കണം. കുറഞ്ഞത് സുബഹി നിസ്കരിച്ചിട്ട് സലാം ബീറ്റിയുടെ ഒരു ആയത്തിൻ്റെ വ്യാഖ്യാനം സമയായ ഇല്ലല്ലേ? വേറെന്താ ഗൊയ്ജി കേൾക്കണെന്ത് നേരത്താ? സുബഹി നിസ്കരിച്ച് ഒരു 10 മിനിറ്റ് ഒരു ദിവസം ഖുർആൻ വ്യാഖ്യാനം, ശരി ഒരായത്ത് കുറച്ച് നോക്കിയാൽ മതി. ഒരു ദിവസം ഹദീസ് വ്യാഖ്യാനം, പിന്നൊരു ദിവസം ഒരു ഹദീസിലുള്ള തന്നെ ഒരു ചരിത്രം. അപ്പോൾ 6 എണിക്കവും ഇറ ഒരു ടറാവ് മണ്ടനുണ്ട്. ഞങ്ങളെ ജില്ലയിലെ ഒരു നല്ലൊരു സോണല്ലേ? നിങ്ങൾ സോൺ അല്ല, നിങ്ങൾ സോണിൻ്റെ പ്രസിഡന്റ് മുസ്ലിം ജമാഅത്തിനെ
തിരുപ്പനങ്ങാടി സോണിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അവിടെ ഒരു ടറാവ് മണ്ടനുണ്ട്, എല്ലാവരും എണിച്ചു പോയിട്ടുണ്ടാണ്ട്. ഇതിപ്പോൾ ഈ ഒറ്റപക്ഷ രംഗസ്വാമിയുടെ പാർട്ടി, ഒറ്റപക്ഷ ഫണ്ട് കേട്ട് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സച്ചാരിത്രമുള്ള യോഗ്യരായ അർഹതയുള്ള ആളുകളെ മാത്രം കമ്മിറ്റിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഖുർആൻ പറഞ്ഞതുപോലെ മൻ ആമന ബില്ലാഹി വല്ലൗമില്ലാഹി വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം പേടിക്കുന്നത്. കുറച്ച് ധൈര്യം വേണം പ്രസിഡന്റ്. ആരെങ്കിലും ജമാഅത്തിൽ കറക്കുറാക്കി പറഞ്ഞ് രാജിവെച്ച് ഓടുന്ന പ്രസിഡന്റ് ആവൂല, രാജിവെച്ച് ഓടുന്ന കമ്മിറ്റിക്കാരുമല്ല. സന്ദർഭം വന്നാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, നാട്ടിലുള്ള ഗുണത്തിനെ പേടിച്ചുകൊണ്ട് രാജിവെക്ക. മരിച്ച് കളകൊളാക്കുമ്പോൾ ഖുർആൻ തന്നെ പറയും വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ പേടിക്കാത്ത ഒരു ധൈര്യനായ പ്രസിഡന്റ് ആകണം, കമ്മിറ്റി ആകണം. അങ്ങനെയുള്ള നല്ലൊരു കമ്മിറ്റി നിലവിൽ വന്നാൽ അർഹനായ അർഹന്മാരായ നല്ല ഉസ്താദന്മാർ ഫുൾ ആക്റ്റീവായി ജനങ്ങളെ അടുപ്പിച്ചുകൊണ്ട് സ്നേഹം പറഞ്ഞുകൊണ്ട്, സാധാരണ ബേക്കൽ ഉസ്താദും പറഞ്ഞുണ്ടായി, എന്തെങ്കിലും നാട്ടിൽ പ്രശ്നമായാൽ വെള്ളിയാഴ്ച അടിച്ച് കാച്ച് ഫയറിങ് നടത്തി അത് കഴിഞ്ഞ പാടൊരു കമ്മിറ്റി മീറ്റിംഗ് കൂടി ഉസ്താദിനെ പിരിച്ചുവിട്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകാൻ പാടില്ല. കുറേ കാലം ഓരോരോ ജമാഅത്തിൽ വളരെ നല്ല സ്വഭാവത്തിൽ. പിന്നൊന്നുണ്ട്, കുറേ കാലം ബാട്ടാ കമ്പനിൻ്റെ സാധനം പറയും. ബാട്ടാ കമ്പനി കുറേ ബാളിക്ക വന്നിട്ടുണ്ട്, ഒരു ഫായിദ നാട്ടിലില്ല. അതാവാൻ പാടില്ല. മറിച്ച് നാട്ടിൻ്റെ അഭിവൃദ്ധിയിൽ ചേർന്നുകൊണ്ട് നാട്ടിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിയായി വളരെ സ്നേഹത്തോടുകൂടി അവരും ഒരു ഖാദിമികളാണ്, ഞാനൊരു ഖാദിമികളാണ്. കൂട്ടുപ്രവർത്തനങ്ങൾ ഇതാ സ്വലഹ, രണ്ടാളും നന്നായി പ്രവർത്തിച്ചാൽ സ്വലഹന്നാസ്, അന്നാസ് നന്നായി തീരും എന്ന ആ തത്വം സ്വീകരിച്ച് വളരെ മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഒരു കമ്മിറ്റിയും ഉസ്താദുമാർ മദ്രസ മുഅല്ലിമീങ്ങളും അങ്ങനെ തന്നെ ആവശ്യമുള്ള ഫുൾ മുഅല്ലിമീങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഒപ്പിക്കുകയും ഒന്നും தெரியாത്തൊരു മുക്കുരികനെ കൊണ്ടുവന്ന് മുക്കുരി ശരിയും മുക്കുരിനെ ബാങ്ക് കേട്ടാലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉടനെ ഇല്ല തിരിച്ചു പോകുന്നവരുണ്ട്. അത് മറിച്ച് നല്ലൊരു ബാങ്ക്, ഞങ്ങൾ ഘട്ടത്തിൽ പോയപ്പോൾ ഒരു ബാങ്ക് കേട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ നല്ല ബാങ്ക് പോലും ഒരു 10-15 കൊല്ലത്തിൻ്റെ അപ്പുറം ബേക്കൽ ഉസ്താദ് 1.5 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട് മുക്കുരിമാർക്ക്. എങ്ങനെ ബാങ്ക് കൊടുക്കണം, അതിൻ്റെ ഷർത്തും അതിൻ്റെ ഫളായിലും അതിൻ്റെ സുന്നത്തും അതിൻ്റെ ആദാബുകളൊക്കെ, അതൊക്കെ അവനവൻ്റെ ജോലി. ഒരു ഡ്രൈവർ അവൻ ഡ്രൈവിംഗ് അടിച്ച് അത്യാവശ്യമായ വിഷയങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഗാഡി പോയിട്ട് എവിടെയെങ്കിലും വീഴും. അതേ സമയത്ത് ബാങ്ക് എന്ന് പറയുന്ന അത്യുത്തമമായ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹാ, ഖുർആൻ പറഞ്ഞതല്ലേ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന അതിനേക്കാൾ വലിയൊരാളാരാണ്? ഏറ്റവും വലിയ ബഹുമാനമുള്ളതാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഖലീഫയായി പോയതല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ ബാങ്കിൻ്റെ ജോലി എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ അത്രയും വലിയ പവിത്രമായ ജോലി എടുക്കുന്ന ആളും കുറച്ച് ഒരു ഉളു എടുത്തിട്ട് അത് അതബെല്ലാം പാലിച്ചുകൊണ്ട് ആ ബാങ്കിൻ്റെ ക്രമങ്ങൾ ഉസ്താദിനോട് ഇരുന്ന്, ഉസ്താദ് ബാങ്കിൽ തെറ്റുണ്ടോ കറക്റ്റുണ്ടോ എന്ന് ഉസ്താദിനോട് ശരിയാക്കി, കുറച്ച് ശബ്ദം കറക്റ്റാക്കി, ബീഡിയെല്ലാം കുറച്ച് നേരത്തെ വിളിച്ച് ശബ്ദമെല്ലാം ക്ലിയറാക്കി, അതല്ല ഇഞ്ചി ചുക്കുനള്ളവുണ്ട് കഷയെല്ലാം കുറിച്ച് ബാങ്ക് ഡ്യൂട്ടിയല്ലേ, ആ ഡ്യൂട്ടി പോലെ ജനങ്ങളെ വിളിക്കലല്ല ഖൈറ. ഇദാ സമിഅ്തുമുൻ നിദാ ഫഅജിബു ദാഇയല്ലാഹ്, ബാങ്ക് കേട്ടാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിലുള്ള വിളിയാണത്. അപ്പോൾ ഈ വിളിക്കുന്ന ആൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിലുള്ള വിളിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കി മുഅദ്ദിനുകൾ 12 കൊല്ലം ബാങ്ക് ജോലി നടത്തിയാൽ സ്വർഗം ഉജൂബാൻ എന്ന് വന്ന റസൂലിനാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, 12 കൊല്ലം പണിയെടുത്താൽ ബാങ്കിൻ്റെ വഴി സ്വർഗം മുജീബ്. അൽഹംദുലില്ലാ, എൻ്റെ വാപ്പ പള്ളിൻ്റെ മുക്കുരി, പണ്ട് ഖത്തീബ് മുക്കുരി അല്ല വന്നെ, അയാളെ വാപ്പ 60 കൊല്ലം, എൻ്റെ വാപ്പ 50 കൊല്ലം ഖത്തീബ്, ഞാനൊരു മുക്കുരി. ഇപ്പം അള്ളാഹു പൊരുത്തപ്പെട്ട മുക്കുരിയാക്കിയാൽ മതി. എൻ്റെ 3 മക്കളും മുക്കുരിമാരല്ലേ, ഇത്ര വലിയ ഭാഗ്യം അൽഹംദുലില്ലാ. അപ്പോൾ 12 കൊല്ലം ഇപ്പോൾ ജാസ്തിയായി ഞാൻ മുക്കുരിൻ്റെ പണിയെടുക്കാൻ. അള്ളാഹു സ്വീകരിച്ചാൽ സ്വർഗം കിട്ടി അള്ളാഹു തആല. അപ്പോൾ പവിത്രമായ പൊരുത്തമുള്ള ബറക്കത്തുള്ള പണിയാണ് മുക്കുരിൻ്റെ പണി. അത് മക്കത്തെ പള്ളിയാണെങ്കിലും നമ്മുടെ ലോക്കൽ പള്ളിയാണെങ്കിലും. അതുകൊണ്ട് ആ മുക്കുരിമാരും കുറച്ച് ബോധവന്മാരായി നല്ല മുക്കുരികളായി അള്ളാഹുവിൻ്റെ പേടിക്കുന്ന അതിൻ്റെ സുന്നത്തുകളും അദബുകളും പാലിച്ച്
ഒരു സ്ഥലത്ത് ഖത്തീബ് എണിക്കുമ്പോൾ 5 മണിക്ക് ബാങ്ക്, 5:30 മണിയായി. 5:30 മണിയായിട്ട് നാട്ടിൽ 1-2 ഇബിലിസന്മാരുണ്ട് ബാങ്ക് ലേറ്റായെങ്കിൽ. അപ്പം മെല്ലെ ഫോൺ വിളിച്ചു ചോദിച്ച്, മുക്കുരി ബാങ്ക് നേരം എന്ത് 1/2 മണിക്കൂർ കഴിഞ്ഞാക്കിയാണ് ഇല്ലാത്തിൽ വറങ്ങി വ്യവസ്ഥ അയച്ചേ. അപ്പം നീ ഒരു സറാക്കിപ്പ മൈക്ക് ഓഫ് ആക്ക്, മൈൻ സ്വിച്ച് ഓഫ് ആക്ക്, ബാങ്ക് മൈക്ക് സമയമില്ലാണ്ട് ചൊല്ലല്ലേ ആക്കിയുണ്ടല്ലേ. ഞങ്ങളുണ്ട് ഒരു അസലുണ്ട്. അപ്പം അയാൾ പറയുന്നത് ആക്കിയുണ്ടില്ല, രണ്ടാൾ ഒരേ പോലത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നിലക്കുള്ള നല്ല മുക്കുരിയായി ഇഖ്ലാസുള്ള പണിയെടുക്കുന്ന മുക്കരികളാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്താദന്മാരും നാട്ടിന് ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും പ്ലാൻ ഇട്ട് നാട്ടുകാരെ നന്നാക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പത്രങ്ങൾ എല്ലാ വീടുകളിലും എത്തണം. തീർമാനം. ഒരു പടുജാഹില്, ഒന്നും തരിയാത്ത പടുജാഹിൽ ഗൾഫിൽ പോയിട്ട് വന്നാൽ അവൻ്റെ ദുഷിച്ച നാരിയ അസിലില്ലാത്ത ആശയങ്ങൾ എല്ലാ വീട്ടിലും എത്തിക്കുന്നു. കാസറ്റ് എത്തിക്കുന്നു, CD എത്തിക്കുന്നു. അതേ സമയത്ത് നമ്മുടെ പള്ളിയിൽ 5 ഉസ്താദുമാരുണ്ട്, ഖത്തീബുണ്ട്, മുദറിസുണ്ട്, ഖാളിയുണ്ട്, മുക്കുരിയുണ്ട്, മുഅല്ലിമുണ്ട്, ട്യൂഷൻ്റെ ഉസ്താദ് വേറുണ്ട്, പിന്നെ എന്നയുടെ ഉസ്താദുണ്ട്, പിന്നെ സെൻട്രൽ ഉസ്താദുണ്ട്. എല്ലാ ഉസ്താദുണ്ടായിട്ട് 5 പൈസത്തിൻ്റെ പണി നടന്നില്ലെങ്കിൽ എന്താവും? ഫലൈഹിം ലഅനത്തുല്ലാഹ്. ലാഘുവാവൂലേ? അള്ളാഹു തങ്ങളെ കാക്കട്ടെ. ജാഹില് വന്ന് പ്രവർത്തിക്കുന്നു. ആലിമികൾ മൗനം ദീക്ഷിച്ചാൽ അത് അപകടമാണ്. അതുകൊണ്ട് ഉയർന്ന് പ്രവർത്തിക്കണം. അവിടെ മുസ്ലിം ജമാഅത്ത് വളരണം, SYS വളരണം, SSF വളരണം. അതിന് വേണ്ടി ശക്തി കൂട്ടണം, നല്ലവർ അതിലേക്ക് ചേർക്കണം. ഏത് ക്ലാസ് നിങ്ങൾ സജീവമാകുന്നത് SSFൻ്റെതല്ലേ, SYSൻ്റെ അല്ലേ, SMNൻ്റെ അല്ലേ? അതൊന്നും ഒക്കെ അള്ളാഹുവിൻ്റെ ദീൻ ഖിദ്മത്താണ്. ഞാൻ പറയുന്നത് മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആരിഫീങ്ങളായ സാദാത്യങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളരെ മെഹനത്ത് ചെയ്ത് ഉണ്ടാക്കിയ സംഘടനകളാണ്. മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു വളരെ കഷ്ടപ്പെട്ട് സുബ്ഹാനല്ലാഹ് ഉണ്ടാക്കിയ SYS. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഔലിയാക്കന്മാരാണ് നേതൃത്വം നൽകിയിരുന്നത്. പാണക്കാട് PMS പൂക്കോയ തങ്ങൾ ശിഹാബ തങ്ങളുടെ ബാപ്പ അദ്ദേഹമായിരുന്നു SYSൻ്റെ പ്രസിഡൻ്റായത്. വലിയ വലിയ സാദാത്തുകളും ബഹുമാനപ്പെട്ട MA ഉസ്താദായിരുന്നു SYSൻ്റെ പ്രസിഡന്റ്. ഇ.കെ. ഹസൻ മുസ്ലിയാർ SYSൻ്റെ പ്രസിഡന്റായിരുന്നു. പൊന്നു പോലെയുള്ള ഔലിയാക്കന്മാരെ സാരഥ്യമുള്ള മുതബറക്കായ സംഘടന നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങളതിന് ജീവനാടിയാകണം. ഉസ്താദന്മാർ, കമ്മിറ്റിക്കാർ സാത്ത് കൊടുക്കണം. എല്ലാവരും കൂടി പ്രവർത്തിച്ചാൽ നമ്മുടെ നാട് പൊന്നാകും, നമ്മുടെ നാട് സ്വർണമാകും, നമ്മുടെ നാട് സുഭിക്ഷമാകും, നമ്മുടെ നാട് സുശിക്ഷിതമാകും. അള്ളാഹു ആക്കി തരട്ടെ. എനിക്ക് ഫോണുമുണ്ട്, അർജൻറ്റ് പോകണോ? അൽഹംദുലില്ലാ, ക്ഷമിക്കണം, മതിയല്ലേ? ഇനി ഭാഷം സംസാരിക്കാം. SMA വളരെ സജീവമായി, ഇതിവിടത്തേക്ക് തന്നെ വിടാതെ എല്ലാവരും സജീവമായി ഇൻഷാ അല്ലാ. ഇപ്പം അടുത്ത് ഇടീ കർണാടകയിൽ തന്നെ ഇൻഷാ അല്ലാ സർക്കിൾ കോൺഫറൻസ് പറഞ്ഞ മുസ്ലിം ജമാഅത്തിൻ്റെ 80ഓളം പരിപാടികൾ സർക്കിൾ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഇൻഷാ അല്ലാ എല്ലാം സടകുടഞ്ഞെണിച്ചുകൊണ്ട് സംഘടന ശക്തിപ്പെടണം. കർണാടകത്തിൻ്റെ മൂലയിൽ മുക്കിലേക്ക് നമ്മുടെ സംഘടനയുടെ ആശയങ്ങൾ എത്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത്രയും നേരം ഇൻഷാ അല്ലാ ആഗസ്റ്റ് മാസത്തിൽ SMEയുടെ മെമ്പർഷിപ്പ് അഭിയാനുണ്ട്, അതിലെല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഇരിക്കലും കൂടലും സംസാരിക്കലും കേൾവിയും അല്ലാഹു പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലാക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.